അതൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകളായി ഇടം പിടിക്കുന്നത്. മന്ത്രിയോട് സർക്കാരിനോട് നിലപാട് കടുപ്പിക്കുന്നു സഭ, മന്ത്രിയെ തള്ളുന്നു CPIM. മന്ത്രി സജി ചെറിയാൻ ബിഷപ്പുമാർക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കും വരെ സംസ്ഥാന സർക്കാരുമായി സഹകരിക്കില്ലെന്ന് KCBC. മന്ത്രിയുടെ വാക്കുകൾക്ക് ആദരവില്ലെന്ന് മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ മാർ ബസേലിയോസ് ക്ലിമീസ് ബാവ തുറന്നടിച്ചു. ക്രൈസ്തവ സഭാ മേലധ്യക്ഷരെ അവഹേളിക്കുന്ന മന്ത്രിമാരും അവർ കൊത്താശ ചെയ്യുന്ന മുഖ്യമന്ത്രിയും തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്ന് ദീപിക മുഖപ്രസംഗം എഴുതി. മുഖ്യമന്ത്രിയാണ് ബിഷപ്പുമാരെ അധിക്ഷേപിക്കുന്നതിന് പിന്നിലെന്ന് VD സതീശനും ആരോപിച്ചു. മന്ത്രി സജി ചെറിയാന്റേത് നിരുത്തരവാദപരമായ പ്രസ്താവനയെന്നായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയോസ് ക്ലിമീസ് ബാവയുടെ കുറ്റപ്പെടുത്തൽ. ആര് വിളിച്ചാൽ ക്രൈസ്തവ സഭ പോകണമെന്ന് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളല്ല. സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് വിശദീകരണം നൽകണമെന്നും മാർ ബസേലിയോസ് ക്ലിമീസ് ബാവ. കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി നിരുത്തരവാദിത്തപരമായ ഒരു പ്രസ്താവന നടത്തി എന്നത് ഞങ്ങളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു. സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് അദ്ദേഹം ആ പ്രസ്താവന പിൻവലിക്കേണ്ടതാണ്. നവകേരള സദസ്സിൽ പങ്കെടുത്തപ്പോൾ സജി ചെറിയാന് രോമാഞ്ചമുണ്ടായോ എന്നാണ് ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയലിലെ ചോദ്യം. മന്ത്രിയെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെന്നും വിമർശനമുണ്ട്. മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചിറങ്ങിപ്പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ ഈ സജി ചെറിയാനെയും MM മണിയൊക്കെ പറഞ്ഞുവിട്ട് ആളുകളെ ആക്ഷേപിക്കുന്നു. മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിപ്രായം ഏത് വേദിയിലാ പറഞ്ഞത്? ഈ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്നാണ്. അല്ലെങ്കിൽ അതിനെ തള്ളി പറയണം. തള്ളി പറഞ്ഞോ? മുഖ്യമന്ത്രി തള്ളി പറഞ്ഞോ? സംസ്കാരമില്ലാത്ത ആളാണ് സാംസ്കാരിക മന്ത്രിയെന്ന് സജി ചെറിയാൻ സ്വയം തെളിയിച്ചെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. കേരളത്തിലെ ഏറ്റവും സംസ്കാരമില്ലാത്തയാളാണ് സാംസ്കാരിക മന്ത്രി എന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരാളെ മന്ത്രിസഭയിൽ തന്നെ തുടരാൻ അനുവദിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നമ്മുടെ മുഖ്യമന്ത്രിയുടെയും പൊതു നയത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞ മോൻസ് ജോസഫ് വിഷയത്തിൽ ജോസ് കെ മാണിയുടെ നിലപാടെന്തെന്നും ചോദിച്ചു. സജി ചെറിയാൻ നടത്തിയിരിക്കുന്ന മന്ത്രി എന്ന സ്ഥാനത്തിന് ചേരാത്ത വിധത്തിലും അതിനെ കളങ്കപ്പെടുത്തുന്ന വിധത്തിലും അദ്ദേഹം നടത്തിയ പ്രസ്താവന അദ്ദേഹം എത്രയും പെട്ടെന്ന് അത് പരസ്യമായി പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ സജി ചെറിയാൻ തയ്യാറാണ്. KCBC നിലപാട് ഘടിപ്പിച്ചതോടെ വിട്ടിലായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും CPIM-ഉം. സജി ചെറിയാന്റെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. 24 കോട്ടയം. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ വിമർശിച്ച മന്ത്രി സജി ചെറിയാനെ തള്ളി CPIM. സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായമല്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിശദീകരിച്ചു. പ്രസംഗത്തിനിടെ ഉണ്ടായ പ്രയോഗമാണ്. വിഷയത്തിൽ കേരള കോൺഗ്രസ് M മാത്രം അഭിപ്രായം പറയേണ്ട, ഇടതുമുന്നണി അഭിപ്രായം പറയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു പ്രയോഗത്തിന്റെ കാര്യം പിടിച്ചിട്ട് വന്ന് പാട്ടുകാരില്ല. നമ്മളിപ്പോൾ ഓരോരാളും പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഓരോ പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങളെല്ലാം പർവ്വതീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി ജനറൽ സെക്രട്ടറി പറയും. ഇനി കേരളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറി പറയും, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് പറയും, അല്ലെങ്കിൽ അവിടെ PB പറയും. അത്രയേ ഉള്ളൂ. നാക്ക് വേഴാന്ന് ഇനി പറയാൻ സാധിക്കില്ല. ഇതിൽ ഓരോ വിശേഷണങ്ങളാണ് നൽകുന്നത്. അപ്പോഴുണ്ടാകുന്ന പ്രശ്നം. മന്ത്രി സജി ചെറിയാൻ ഉന്നയിച്ച വിമർശനങ്ങൾ മയപ്പെടുത്തി മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും VN വാസവനും രംഗത്തെത്തി. സജി ചെറിയാന്റെ പ്രസ്താവന സർക്കാർ നിലപാടല്ലെന്ന് റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ബിഷപ്പുമാർ വിരുന്നിൽ പങ്കെടുത്തതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ് മന്ത്രി തടിയൂരി. ബിഷപ്പുമാർ വിരുന്നിൽ പങ്കെടുത്തതല്ല പ്രശ്നമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. മണിപ്പൂരിലെ പ്രശ്നം പരിഹരിക്കാതെ ക്രിസ്മസ് വിരുന്നൊരുക്കിയ പ്രധാനമന്ത്രിയുടെ നിലപാട് കാപട്യമാണ് എന്നും മന്ത്രി വിശദീകരിച്ചു. ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യം സർക്കാരിന്റെ നിലപാടായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇതാക്കാൻ പറ്റും? സജി ചെറിയാനെന്നുള്ളത് മാത്രമല്ല, ആര് പറഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ കണ്ടു, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ കാര്യം. അതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും കാര്യങ്ങളില്ല. ഇപ്പോൾ രാവിലെ ഇതിന് അഭിപ്രായം പറയണം, എന്താണ് എൻ്റെ സ്ഥിതി എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എന്നെ സംബന്ധിച്ച് ആധികാരികമായി CM ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെല്ലാം വ്യക്തമാക്കി. പങ്കെടുത്തതിനെ സംബന്ധിച്ചല്ല അദ്ദേഹം പറഞ്ഞത്. അവിടെ പ്രശ്നം മൂടിയെടുത്ത ഒരു ശൈലി മണിപ്പൂരിൽ എത്രയോ പള്ളികൾ കത്തിച്ച്, എത്രയോ വലിയ രൂപത്തിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് ശവം പോലും മറയാൻ കൂട്ടിയിട്ടിരുന്ന സന്ദർഭമുണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യം എല്ലാം ഒരുക്കിയിട്ട് ഒരിക്കൽ പോലും ആ മണിപ്പൂരൊന്ന് സന്ദർശിക്കാനോ ആ വിഷയത്തിൽ ഇടപെടാനോ തയ്യാറായതിരുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ അവിടുത്തെ ആളുകളെ വിളിച്ച് വിരുന്നൊരുക്കി ഈ ശൈലി കാപട്യമാണെന്ന് പറഞ്ഞു. അതാണ് നിലപാട്.
വിവരങ്ങളുമായി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ മന്ത്രി സജി ചെറിയാന്റെ പരാമർശം, അതിൽ കടുത്ത നിലപാടിലേക്ക്, സർക്കാരുമായി സഹകരിക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് ക്രൈസ്തവ സംഘടനകൾ പോകുന്ന, സഭാ നേതൃത്വം പോകുന്ന പശ്ചാത്തലം, പാർട്ടി തന്നെ അതിനെ തള്ളിപ്പറയുന്ന പശ്ചാത്തലം, പ്രതിപക്ഷം ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന പശ്ചാത്തലം, ഇതിനിടയിലൊരു തിരുത്ത് അല്ലെങ്കിൽ സഭാ നേതൃത്വം ആവശ്യപ്പെടുന്നത് പോലെ പരാമർശം പിൻവലിക്കുന്ന ഒരു നിലപാട് അത് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഇന്നത്തെ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന എന്താണ് പ്രതീഷ്? റീജിത്ത, സജി ചെറിയാന്റെ പരാമർശത്തിൽ ഒരേ സമയം CPM സംസ്ഥാന സെക്രട്ടറി ആ പരാമർശങ്ങളെ തള്ളിപ്പറയുകയും ഒപ്പം അതിനെ ലഘൂകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച MV ഗോവിന്ദന്റെ നിലപാടും അത്തരത്തിലായിരുന്നു. കാരണം അത് പാർട്ടി നിലപാടല്ല എന്ന ആദ്യ ഘട്ടത്തിൽ തന്നെ MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, പ്രസംഗത്തിനിടെ ഉണ്ടായ ഒരു പ്രയോഗമാണ്, അത് വലിയ തരത്തിൽ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്ന് ആ പരാമർശത്തെ MV ഗോവിന്ദൻ ലഘൂകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ സഭാ മേലധ്യക്ഷന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി പാർട്ടി പരിശോധിക്കുമെന്നും അതിനുള്ള പരിഹാരം കാണുമെന്നും കൂടി MV ഗോവിന്ദൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ CPM-നെയും സർക്കാരിനെയും സംബന്ധിച്ച് സജി ചെറിയാന്റെ പരാമർശം വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ KCBC അടക്കം ശക്തമായ ഒരു നിലപാട് സർക്കാരിനും CPM-നുമെതിരെ സ്വീകരിക്കുന്നു. ഈ പരാമർശം പിൻവലിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകാതെ സർക്കാരുമായി യാതൊരു തരത്തിലും സഹകരിക്കില്ല എന്നൊരു നിലപാടാണ് KCBC സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി അല്ലെങ്കിൽ ഇതിൽ പരാമർശം പിൻവലിക്കണമെന്നൊരു നിർദ്ദേശം സജി ചെറിയാനുമേൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കാരണം അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നു. ഒപ്പം ഈ പരാമർശം വലിയ തരത്തിൽ മറ്റ് സഭാ നേതൃത്വങ്ങളെയും ഒക്കെ തന്നെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം BJP, കോൺഗ്രസ് അടക്കം അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഈ വിവാദങ്ങളുമായി മുന്നോട്ട് പോകാതെ പരാമർശം പിൻവലിക്കണമെന്ന ഒരു നിർദ്ദേശം CPM-ൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഈ പരാമർശവുമായി ബന്ധപ്പെട്ട്. സജി ചെറിയാന്റെ നിലപാടിനെ തള്ളുകയാണ് പാർട്ടി നേതൃത്വം. ഒപ്പം തന്നെ സർക്കാരിനെതിരെ, മന്ത്രിക്കെതിരെ കടുത്ത നിലപാട് പ്രഖ്യാപിക്കുന്നു ക്രൈസ്തവ സംഘടനകൾ. സർക്കാരുമായി സഹകരിക്കില്ല, പരാമർശം പിൻവലിക്കാതെ എന്ന നിലപാട് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഏതു തരത്തിലുള്ള നീക്കമായിരിക്കും സജി ചെറിയാന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വെള്ളിയാമറ്റത്തെ നല്ല കാഴ്ച. തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടിക്കർഷകരായ മാത്യുവിനെയും ജോർജിനെയും ചേർത്തു പിടിച്ച് നാട്. ഒരാഴ്ചക്കുള്ളിൽ കുട്ടികൾക്ക് 5 പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. നടൻ ജയറാം 5 ലക്ഷം രൂപ കൈമാറിയതിന് പിന്നാലെ കൂടുതൽ താരങ്ങൾ സഹായം പ്രഖ്യാപിച്ചു. മരച്ചീനിത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കർഷകരുടെ 13 പശുക്കൾ ചത്തത് ഇന്നലത്തെ സങ്കട കാഴ്ചയായിരുന്നു. മാത്യുവിന്റെയും ജോർജിന്റെയും വീട്ടിലെത്തിയ മന്ത്രി ജെ ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും സർക്കാർ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കകം മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകും. 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകും. കൂടുതൽ സഹായം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു 5 പശുക്കളെ ഒരാഴ്ചയ്ക്കകം തരും. നല്ലതിനും പശുവിനെയാണ് തരുന്നത്. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നാലെ നടൻ ജയറാമും കുട്ടികൾക്ക് പിന്തുണയുമായി നേരിട്ടെത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് കുട്ടികൾക്ക് കൈമാറി. തുടർന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന താരത്തിന്റെ ഉറപ്പ്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. ജയറാമിനെ ഫോണിൽ വിളിച്ച മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറുമെന്നറിയിച്ചു. പ്രതിസന്ധികളിൽ ചേർത്ത് പിടിച്ചവർക്ക് നന്ദി അറിയിച്ച മാത്യുവും കുടുംബവും. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, മിൽമ, തൊടുപുഴ MLA PJ ജോസഫ് എന്നിവരും കുട്ടികൾക്ക് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലാരിവട്ടത്തെ കോൺഗ്രസ് പ്രതിഷേധത്തിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ഹൈബീഡൻ MPയും 3 MLA-മാരും ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 70 പേർക്കെതിരെയാണ് കേസെടുത്തത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഇന്നലെ പാതിരാത്രി മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം, ഏതാണ്ട് 7 മണിക്കൂറോളം പോലീസ് സ്റ്റേഷൻ ഉപരോധം, മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യം. ഇപ്പോൾ അത് കേസാകുമ്പോൾ വിവരങ്ങൾ എന്താണ് അശ്വിൻ? രജിത്ത്, ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ വലിയ തോതിൽ കനക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് DCC അധ്യക്ഷൻ
മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള ഉണ്ടായിരുന്ന ഒരു ചെറിയ സമരമായിരുന്നു. പിന്നീട് കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തി. അതിനുശേഷമാണ് MLA-മാരും ഹൈബിയുടെ MPയും അടക്കം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നത്. ഇവരാവശ്യപ്പെട്ട രീതിയിൽ, അതായത് ഈ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് രണ്ടാമതും കേസെടുത്ത് സ്റ്റേഷൻ ജാമ്യം പോലും നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയതോടുകൂടിയാണ് കൂടുതൽ നേതാക്കളടക്കം ഈ സമരത്തിന്റെ ഭാഗമായി മാറിയത്. എന്തായാലും ആ സംഭവത്തിലാണ് ഇന്നലെ പുലർച്ചെ ഏകദേശം 1:30 വരെ ഈ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം നിശ്ചലാവസ്ഥയിലായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഈ നേതാക്കൾക്കെതിരെ അടക്കം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഹൈബിയുടെ MB ഒപ്പം ഇന്നലെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി ഉമാ തോമസ് MLA, അൻവർ സാദത്ത് MLA അടക്കമുള്ള 3 MLA-മാർക്കെതിരെയും MPക്കെതിരെയും കേസുണ്ട്. കേസിൽ 1-ാം പ്രതി DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊണ്ടൊന്നും സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാനോ കരിങ്കൊടി പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാനോ ഒന്നും തയ്യാറല്ല എന്ന് ഇന്നലെ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് കൂടി ജില്ലയിലുണ്ട്. ഈ സംഭവം അതിനിടെയാണ് ഇപ്പോൾ പ്രവർത്തകർക്കെതിരെ അടക്കം കേസെടുത്തിരിക്കുന്നത്. ഈ സമരങ്ങളുടെ ഭാഗമായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കണ്ടാൽ അറിയാവുന്ന 70 പേർക്കെതിരെ കൂടി പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് പ്രകോപനപരമായ രീതിയിലുള്ളൊരു ഇടപെടലായി തന്നെയാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടർ പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് കൂടി അല്പസമയം മുമ്പ് നേതാക്കളുമായി സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് 2 നവകേരള സദസ്സിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗത്ത് ഇതുകൂടി പ്രതിഫലിക്കുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യമാണ്. റിജിത്ത്. ശരി, അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകർ കമന്റുകൾ അറിയിക്കുന്നുണ്ട്. മുസ്തഫയെ പോലെ, അതുപോലെ ഡെൻസനെ പോലെയുള്ള ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഹാഷ്മി എവിടെ എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഹാഷ്മി ഇന്നില്ല, നാളെ ഈ പരിപാടിയിൽ ഹാഷ്മി ഉണ്ടാകും. രാജേഷ് കുമാറിനെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അതുപോലെ സജി ചെറിയാൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് അതിലുള്ള സഭാ നേതൃത്വത്തിൻ്റെ നിലപാടുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളായതുകൊണ്ടാണ് തുടക്കത്തിൽ ആ കമൻറ്റുകൾ വായിക്കാതിരുന്നത്. വഴിയെ സമയത്തിനനുസരിച്ച് കമൻറ്റുകൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിൽ മെല്ലെപ്പോക്ക്. സർക്കാർ പ്രഖ്യാപിച്ച 45 ദിവസത്തെ കാലാവധി കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായപ്പോൾ 50% താഴെ പരാതികൾ മാത്രമാണ് പരിഹരിക്കപ്പെട്ടത്. 1908 പരാതികളാണ് ഉദ്ഘാടന വേദിക്കരികെ സജ്ജീകരിച്ച ഡെസ്കിൽ ലഭിച്ചത്. ഇവ വേർതിരിച്ച് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. നവകേരള സദസ്സ് തുടങ്ങിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനമാണിത്. പരാതി പരിഹരിക്കാൻ പരമാവധി 45 ദിവസം, മുഴുവൻ പരാതികളും തീർപ്പാക്കും. നവകേരള സദസ്സിന്റെ പര്യടനം ആദ്യം പൂർത്തിയായ കാസർഗോഡ് ജില്ലയിലെ പരാതി പരിഹാരത്തിന്റെ സ്ഥിതി പരിശോധിക്കാം. 5 മണ്ഡലങ്ങളിലായി ആകെ ലഭിച്ചത് 14,704 പരാതികൾ. 45 ദിവസം കഴിഞ്ഞപ്പോൾ പരിഹാരമായത് 5,917 പരാതികളിൽ, അതായത് തീർപ്പാക്കിയത് 50% താഴെ മാത്രം. 4,715 പരാതികൾ അന്തിമഘട്ടത്തിലാണെന്നും 4,072 പരാതികൾ വിവിധ വകുപ്പുകളുടെ പരിഗണനയിലാണെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. എന്തായാലും പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ അതിവേഗ നടപടിയെന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പിലായിട്ടില്ല. താരതമ്യേന കുറവ് പരാതികൾ ലഭിച്ച കാസർഗോഡ് ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റിടങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. അരുൺ പൂപ്പറമ്പ, 24 കാസർഗോഡ്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ പരിപാടി. അതേസമയം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം, അതിനുള്ള സാധ്യത അത് കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. പാലാരിവട്ടത്ത് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നവകേരള യാത്ര അവസാന മണ്ഡലങ്ങളിലേക്ക് എത്തുന്നത്. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ വൈകിട്ട് 3 മണിക്കും 5 മണിക്കുമാണ് പൊതുയോഗങ്ങൾ. അതേസമയം ഇന്നലെയുണ്ടായ പ്രതിഷേധങ്ങൾക്കെതിരെ പോലീസ് നടപടിയെ ന്യായീകരിച്ച മന്ത്രിമാർ രംഗത്തെത്തി. നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം കൊണ്ടുള്ള വേദനയാണ് കോൺഗ്രസിനെന്നും അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നതാണെന്നും മന്ത്രി VN വാസവൻ. അണയാൻ പോകുന്ന ദീപം ആളിക്കത്തു എന്ന് പറഞ്ഞതുപോലെ നവകേരള സദസ്സ് ഞങ്ങൾ അവസാനിക്കുമ്പോൾ അവരെടുത്ത സമരമുറകളെല്ലാം പാളിയപ്പോൾ അവരുടെ ആശയങ്ങളും സമീപനങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയവും തകരുന്ന രൂപത്തിലെത്തിയിരിക്കുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിന് ആരും എതിരല്ലെന്നും എന്നാൽ വാഹനത്തിന് മുന്നിൽ ചാടി വീണുള്ള ചാവേർ സമരമാണ് നടക്കുന്നതെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. കരിങ്കൊടി പ്രതിഷേധത്തിനൊന്നും ആരും ഇവിടെ എതിരല്ലല്ലോ. ഓടുന്ന ബസ്സിന് മുമ്പിൽ ചാടി ചാവേറാവാൻ നടത്തുന്ന സമരം, അതിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് വന്നു, UDF-ൽ നിന്ന് എതിർപ്പ് വന്നു.
അതിന് നേതൃത്വം കൊടുത്ത ചില നേതാക്കന്മാർ മാത്രം ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നയമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പരിഹസിച്ചു. ഇതിനിടെ നവകേരള സദസ്സിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത സുരക്ഷയാണ് സദസ്സിനൊരുക്കിയിട്ടുള്ളത്. 24 കൊച്ചി. പൂച്ചെടി വിളയിൽ ലഹരി പൂക്കുന്നു. തിരുവനന്തപുരം പൂച്ചെടിവിള കോളനിയിൽ ലഹരി മാഫിയയുടെ അതിക്രമം. പൂച്ചെടിവിള കോളനി അസോസിയേഷൻ സെക്രട്ടറി മനു വേണുഗോപാലിൻ്റേതുൾപ്പെടെ 3 വീടുകളാണ് ഇവർ അടിച്ച് തകർത്തത്, ആക്രമിച്ചത്. വീട്ടുപകരണങ്ങളും വാഹനങ്ങളും നശിപ്പിച്ചു. ഇന്നലെ രാത്രി 12:30യോടെയാണ് പൂച്ചെടിവിള കോളനിയിൽ ലഹരി മാഫിയ സംഘം അഴിഞ്ഞാടിയത്. കോളനിയിലെ ലഹരി ഉപയോഗവും കച്ചവടവും മനു ചോദ്യം ചെയ്തിരുന്നു. മനുവിന്റെ നേർക്ക് നായയെ അഴിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ ബിജുലാലുമായി ചില തർക്കങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി വൈരാഗ്യം സംഘത്തിനുണ്ടായിരുന്നുവെന്ന് വീട്ടുടമ മനു വേണുഗോപാൽ പറഞ്ഞു. ഇവിടുത്തെ കുറെ ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നവരും സെയിലും ഇതെല്ലാം ഉള്ള കുറെ പയ്യന്മാരുണ്ട്. അവർ ഒരു കൂട്ടം പയ്യന്മാരെ കൂടെ പുറത്തു നിന്നും കൂടെ കൂട്ടിയിട്ട് വന്നിട്ട് ഇത് ചെയ്തതാണ്. മാനസികമായിട്ടും നമുക്ക് മരണഭീതിയിലാണ് ഇപ്പം തന്നെ. 10-ലധികം പേരടങ്ങുന്ന സംഘം വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങളും വാഹനങ്ങളും ഉൾപ്പെടെ തല്ലി തകർത്തു. മനുവിന്റെ 2 ബന്ധുക്കളുടെ വീടുകളും സംഘം ആക്രമിച്ചു. ഭയപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് മോളി. കഴിച്ചു കഴിഞ്ഞാൽ ഈ പയ്യൻ വേറൊരു രൂപം. ഈ ഫിലിമിലൊക്കെ ഇന്നലെ ഒരു ഫിലിം സീനാണ് ഇവിടെ നടന്നത്. ഏകദേശം 2 മണിക്കൂറോടെയുള്ള ആൾക്കാർ പുറത്തിറങ്ങാൻ ഭയമായിരുന്നു. നമ്മൾ പോലീസിനെ വിളിച്ചു, പോലീസ് വന്ന് ഹെൽപ്പ് ചെയ്തു. മ്യൂസിയം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 പേർ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. കഞ്ചാവ് മാഫിയ സംഘങ്ങളെ ഭയന്നു ജീവിക്കേണ്ട അവസ്ഥയിലാണ് പൂച്ചെടിവിള കോളനിയിലെ 100 കണക്കിന് വരുന്ന കുടുംബങ്ങൾ. ഓരോ തവണയും ഇത്തരം അക്രമം ഉണ്ടാകുമ്പോൾ പോലീസ് ഇടപെടുന്നുണ്ടെങ്കിലും ഇനി എന്നാണ് ഈ അക്രമങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാന ചോദ്യം. നന്ദകിഷോറിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. ആലപ്പുഴയിലേക്ക് പോയാൽ ആലപ്പുഴ നൂർനാട് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ നശിപ്പിച്ച ശേഷം യുവാക്കൾക്കെതിരെ കള്ളക്കേസെടുത്തുവെന്ന് പരാതി. നൂർനാട് സ്വദേശി സാലു ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് കേസ്. പുതുവത്സര രാവിൽ സ്ഥലത്ത് സംഘർഷമുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് കേസെടുത്തത് എന്നാണ് പോലീസിന്റെ വിശദീകരണം. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർദ്ദേശം നൽകി. ന്യൂ ഇയർ ദിനം പുലർച്ചെ 2:30യോടെ കരിമുളക്കൽ തുരുത്തി ക്ഷേത്രത്തിന് സമീപം യുവാക്കൾ തമ്മിൽ സംഘടനമുണ്ടായതായി പോലീസിന് വിവരം ലഭിച്ചു. നൂർനാട് പോലീസ് എത്തിയതോടെ യുവാക്കൾ ചിതറിയോടി. ആരെയും പിടികൂടാനാവാത്തതിനാൽ പ്രദേശത്തുണ്ടായിരുന്ന സാലു എന്ന യുവാവിനെതിരെ ചെയ്യാത്ത കുറ്റത്തിന് കേസെടുത്തു എന്നാണ് പരാതി. പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതിനും 7ഓളം വാഹനങ്ങൾ നശിപ്പിച്ചതിനുമാണ് കേസ്. താൻ നിരപരാധിയാണെന്ന് സാലു. ഞങ്ങൾ കുറച്ചുപേര് വന്ന് വണ്ടിയെല്ലാം ഈ സംഭവ സ്ഥലത്ത് ഇരിപ്പുണ്ടായിരുന്നു. എന്നെ ആ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഇട്ടാണ് ഇവർ ഈ വണ്ടിയെല്ലാം തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്ത് ഈ വണ്ടിയെല്ലാം ഞാൻ തല്ലിപ്പൊളിച്ചെന്ന് പറഞ്ഞ് എൻ്റെ പേര് കള്ളക്കേസ് കൊടുത്ത് എന്നിട്ട് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എന്നെ രാത്രി ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല. ഇതിനിടെ ഉദ്യോഗസ്ഥർ വാഹനങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കള്ളക്കേസ് എടുത്തതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് സാലു. കള്ളക്കേസ് എടുത്തു എന്ന് കാണിച്ച് DYFI ചാരിമുട് ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വാഹനങ്ങൾ നശിപ്പിച്ചത് തങ്ങളല്ല എന്നാണ് നൂർനാട് പോലീസിന്റെ പ്രതികരണം. ഇരുചക്ര വാഹനങ്ങൾ ഹാൻഡിൽ ലോക്കായതിനാലാണ് വലിച്ചിഴച്ച് കൊണ്ടുപോയതെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുവാൻ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർദ്ദേശം നൽകി. 24 ആലപ്പുഴ. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ തൊടുപുഴയിലെ കുട്ടിക്കർഷകർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു ഒരുപാട് പ്രേക്ഷകർ. അവർ ഉഷാറായി പോട്ടെ എന്നുള്ള ആശംസ അറിയിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയുന്ന ഒരുപാട് പ്രേക്ഷകരെ കാണാൻ കഴിയും. പുതുവർഷത്തിൽ എല്ലാവർക്കും നന്മകളും സൗഭാഗ്യങ്ങളും നേരുന്നു എന്ന് പറയുന്നു ലില്ലി ചോലിയിൽ എന്ന് പറയുന്ന പ്രേക്ഷകൻ. മണിപ്പൂരിൽ മരിച്ചു വീഴുന്ന മനുഷ്യരെ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു നാരായണൻ തൊക്കം മന്നിൽ എന്ന പ്രേക്ഷകൻ. അതുപോലെ ഇന്ന് തൃപ്പൂണിത്തുറയിൽ കാക്ക പോലും പറക്കാൻ പാടില്ല, പറന്നാൽ കേസെടുക്കും എന്ന് സഹദേവൻ സി എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നു. സർക്കാരിനെതിരായ ഒരു വിമർശനം എന്നുള്ള നിലയിലാണ് അദ്ദേഹം അത് കുറിക്കുന്നത്. നവകേരള സദസ്സിലെ പരാതികളായി തന്നെ കിടക്കും എന്ന വിമർശനം കൂടി അദ്ദേഹം കമൻ്റായി കുറിക്കുന്നുണ്ട്. 50% പരാതികൾ പരിഹരിച്ചില്ലേ, കുറ്റം മാത്രം പറയാൻ കുറേ മാധ്യമങ്ങൾ കഷ്ടം എന്ന ഒരു വിമർശനം ഉന്നയിക്കുന്നു നജാദ്
നാസർ എന്ന പ്രേക്ഷകൻ. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ കമന്റ് ബോക്സിൽ സജീവമായി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്. അത് തുടരുക, സമയത്തിനനുസരിച്ച് അത് വായിക്കുകയും ചെയ്യാം. മണിപ്പൂർ വീണ്ടും അശാന്തം. മണിപ്പൂർ വീണ്ടും കലുഷിതമാകുന്നു. മൊറയിൽ സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായി. 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ഇന്നലെ 4 പേർ വെടിവയ്പിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സംഘർഷബാധിത മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. അയവില്ലാതെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം തുടരുകയാണ്. മ്യാൻമാർ അതിർത്തിയോട് ചേർന്നുള്ള മൊറേ ടൗണിലാണ് സുരക്ഷാ സേന സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. RPG ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 7 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. കുക്കി വിഭാഗക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. പരിക്കേറ്റവരെ അസം റൈഫിൾസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ തൗബാൽ ജില്ലയിലുണ്ടായ വെടിവയ്പിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. ലിലോങ് മേഖലയിൽ 4 വാഹനങ്ങളിലായി പോലീസ് വേഷത്തിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. വെടിവയ്പിന് പിന്നാലെ പ്രദേശവാസികൾ ആക്രമികളുടെ വാഹനങ്ങൾ തീയിട്ടിരുന്നു. അതിനിടെ മെയ്തേ വിഭാഗക്കാരൻ സംശയിക്കുന്ന സംഘം റോക്കറ്റ് ലോഞ്ചറുമായി ഇംഫാൽ നഗരത്തിൽ തുറന്ന വാഹനത്തിൽ പരേഡ് നടന്ന ദൃശ്യം പുറത്തുവന്നെങ്കിലും പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. 24 ഡൽഹി. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഇടവേളയ്ക്ക് ശേഷം നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. ആശുപത്രിയുടെ സീലിംഗ് ഇളകി വീണ് അപകടം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ OP ബ്ലോക്കിന് സമീപം സീലിംഗ് ഇളകി വീണു. രോഗികൾ കാത്തിരിക്കുന്നതിന് അടുത്താണ് സംഭവമുണ്ടായത്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. ഇവിടെ രോഗികൾക്ക് ഡോക്ടർമാരെ കാണുവാൻ വേണ്ടി വിശ്രമിക്കുവാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള ഈ ഭാഗം ഇന്ന് രാവിലെ 9:30 ഇടിഞ്ഞു വീണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുവാൻ ബഹുമാനപ്പെട്ട ഈ മണ്ഡലത്തിൻ്റെ MLA കൂടിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ടോ ഒരാൾ പോലും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് പത്തനംതിട്ടയിലെ സാധാരണക്കാർ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീത്ത്, എന്താണ് സംഭവിച്ചത്? ഇപ്പോഴൊരു പ്രതിഷേധത്തിന്റെ സ്വഭാവത്തിലേക്ക് ആ സംഭവം മാറിയിട്ടുണ്ട്. കോൺഗ്രസ് കൗൺസിലർമാർ ആശുപത്രിയിൽ പ്രതിഷേധം അറിയിക്കുന്നതും കണ്ടു. എന്താണ് വിവരങ്ങൾ ശ്രീകുമാരൻ? അതായത് ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ആശുപത്രിയിലെ OP ബ്ലോക്കിന് സമീപമുള്ള റൂഫ് സീലിംഗ് അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് കാര്യമായ ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവാവുകയായിരുന്നു. ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇതേ സീലിംഗ് തന്നെ അതിന്റെ മറ്റൊരു മേഖലയിൽ അടർന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇതിങ്ങനെ സീലിംഗ് അടർന്ന് വീഴുന്ന സമയത്ത് ഇത് മാറ്റാൻ വേണ്ടി ആശുപത്രി അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഫണ്ടടക്കം ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും അത് പൂർണ്ണമായ രീതിയിൽ നീക്കം ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. അതിന്റെ ഭാഗമായാണ് വീണ്ടും സീലിംഗ് അടർന്നു വീണതെന്നാണ് ആക്ഷേപം. എന്നാൽ ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ അപകടമൊക്കെ ഒഴിവായി. പക്ഷേ UDFന്റെയും അതുപോലെ കൗൺസിലർമാരും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഇത് കൂടാതെ യുവമോർച്ച പ്രവർത്തകരും ആശുപത്രിക്കകത്ത് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കോവിഡ് കാലത്ത് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. എന്തായാലും കരാറുകാരനെ വിളിച്ചു വരുത്താൻ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും RMO വിളിച്ചിട്ടും കരാറുകാരൻ എത്തിയില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിനൊടുവിൽ ഇവരെ കോൺഗ്രസ് കൗൺസിലർമാരെയും അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. വരും ദിവസങ്ങളിലും വലിയ സമരം സംഘടിപ്പിക്കുമെന്നാണ് യുവമോർച്ചയും UDF കൗൺസിലർമാരും പറയുന്നത്. ശരി, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് മന്ത്രി V അബ്ദുറഹിമാൻ. പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലെന്ന് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം രാഷ്ട്രീയ വിവേചനം നേരിടുകയാണെന്നും മന്ത്രി പറഞ്ഞു. കേരയിൽ പദ്ധതിയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് വ്യക്തമാക്കി. പദ്ധതിയിൽ ഇപ്പോഴും ശുഭപ്രതീക്ഷയുണ്ടെന്നും KV തോമസ് പ്രതികരിച്ചു. ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ഭുതമൊന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റ് നിലപാട് എന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. നോക്കൂ, നിലവിൽ നമ്മൾ ഈ പദ്ധതി ഉപേക്ഷിച്ചതായി ആരും പറഞ്ഞിട്ടുമില്ല. ഇത് നമുക്ക് ഔദ്യോഗികമായി നിങ്ങളിപ്പോൾ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. ഔദ്യോഗികമായി ഒരറിയിപ്പും നമുക്ക് ഇതേവരെ വന്നിട്ടില്ല. പ്രധാനപ്പെട്ട പദ്ധതികൾ പോലെ തന്നെ ഈ പദ്ധതിയിലും കേന്ദ്ര ഗവൺമെന്റ് പിന്നോട്ട് പോവുകയാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു എതിർപ്പാണോ അതോ കേരളം പോലുള്ള വികസിതമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ പിന്നോട്ട് നയിക്കാനുള്ള ഒരു കാര്യമാണോ എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. ഹേമന്ത് സോറൻ കസേര ഒഴിയുന്നു.
ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ രാജിവെച്ചേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സജീവമാകുന്നു. ഭൂമി തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തേക്കുമെന്ന സൂചനയ്ക്ക് പിന്നാലെയാണ് രാജി അഭ്യൂഹം ശക്തമാവുന്നത്. ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നതായാണ് വിവരം. ഭൂമി കുംഭകോണ കേസിൽ ഇഡി അയച്ച 7ാം നോട്ടീസിലും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇതുവരെ മറുപടി നൽകാതിരുന്നതോടെയാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയ നാടകങ്ങൾക്ക് വഴിയൊരുങ്ങുന്നത്. JMM MLA സർഫറാസ് അഹമ്മദ് നിയമസഭാ അംഗത്വം രാജിവെച്ചതോടെ ഹേമന്ത് സോറന്റെ രാജി ഉണ്ടായേക്കുമെന്നുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നു. ഖണ്ഡേ മണ്ഡലത്തിൽ നിന്നുള്ള MLA അഹമ്മദ് രാജിവെച്ചതോടെ ഇതേ മണ്ഡലത്തിൽ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ മത്സരിക്കാനാണ് സാധ്യത. ഭൂമി കുംഭകോണ കേസിൽ ഇഡി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന നിരീക്ഷണമാണ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ ഹേമന്ത് സോറനെ പ്രേരിപ്പിക്കുന്നത്. കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകുമെന്ന വാർത്തകൾ JMM പാർട്ടി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് സോറൻ വിട്ടുനിന്നാൽ അന്വേഷണ ഏജൻസികൾ കർശന നിയമ നടപടികളിലേക്ക് ഇനി കടക്കും. ഭൂമി തട്ടിപ്പ് കേസിൽ IAS ഉദ്യോഗസ്ഥൻ ഛവി രഞ്ജൻ ഉൾപ്പെടെ 14 പേരെയാണ് ഇഡി ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 24 ഡൽഹി. ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ വിമർശനം, അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, അതിൽ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കണമെന്നുള്ള ആവശ്യം ശക്തമായി പ്രതിപക്ഷമടക്കം ഉയർത്തുന്നതിനിടെ ജോസ് കെ മാണിയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന പുറത്തുവരുന്നുണ്ട്. അതിന്റെ ഉള്ളടക്കം എങ്ങനെയാണ്? പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണഘടനാ ചുമതലയിലുള്ളവർ ചടങ്ങുകൾക്ക് ക്ഷണിക്കുന്നതും സഭയുടെ മേലധ്യക്ഷന്മാർ അതിൽ പങ്കെടുക്കുന്നതും പുതിയ കീഴ്വഴക്കമല്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. ക്ഷണിക്കുന്ന സർക്കാരുകളുടെ രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് ഇത്തരം ചടങ്ങുകളിലെ സാന്നിധ്യം എന്ന് വിലയിരുത്തേണ്ടതില്ല എന്ന് ജോസ് കെ മാണി വ്യക്തമാക്കുന്നു. മണിപ്പൂർ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവും ആശങ്കയും ക്രൈസ്തവ സഭകൾ കേന്ദ്ര സർക്കാരിനെ പരസ്യമായി അറിയിക്കുകയും ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവ സഭകളെയും സഭകളുടെ നിലപാടുകളെയും ആദരവോടെയാണ് LDF സർക്കാർ കാണുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി വരുന്ന പരാമർശങ്ങൾ സർക്കാർ നിലപാടായി കാണേണ്ടതില്ല എന്നാണ് ജോസ് കെ മാണി ആ വിഷയത്തിൽ വ്യക്തമാക്കുന്നത്. സ്കൂൾ കലോത്സവത്തിന് അരങ്ങ് ഉണരുന്നു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി ഒരു നാൾ ബാക്കി. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പുമായി ഘോഷയാത്ര കോഴിക്കോട് നിന്ന് പ്രയാണം തുടങ്ങി. തെക്കൻ ജില്ലയായ കൊല്ലത്താണ് ഇത്തവണ കലോത്സവമെങ്കിലും വടക്കൻ ജില്ലയായ കോഴിക്കോട് കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കോഴിക്കോട് നിന്നും ഇന്ന് രാവിലെയാണ് കൊല്ലത്തേക്കുള്ള കപ്പുമായുള്ള ഘോഷയാത്ര ആരംഭിച്ചത്. ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പ് കോഴിക്കോട് DDC മനോജ് കുമാർ ഏറ്റുവാങ്ങിയ ശേഷം മാനാഞ്ചിറ മോഡൽ HSSൽ എത്തിച്ചു. മേയർ ബീന ഫിലിപ്പ് ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. പോലീസും വിദ്യാർത്ഥികളും വാദ്യമേളങ്ങളും യാത്രയ്ക്ക് അകമ്പടിയേകുന്നുണ്ട്. കഴിഞ്ഞ വർഷം 4 മുതൽ 5 വരെ ലക്ഷം ഫുട് പ്രിന്റ്സ് ആണ് നമ്മുടെ വിക്രം മൈതാനത്ത് വെസ്റ്റിൽ വീണത്. അവിടെ നിന്ന് നമ്മൾ ഇന്നിത് കൊണ്ടുപോകുമ്പോൾ നിശ്ചയമായും അത് തിരിച്ചു കൊണ്ടുവരും എന്ന ഒരു പ്രതിജ്ഞയോട് കൂടിയാണ് നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ ഇന്ന് ഇവിടെ ഈ ജാഥ അല്ലെങ്കിൽ ഈ കപ്പ് കൈമാറുന്ന അടുത്ത ജില്ലയിലേക്ക് കൈമാറുന്ന ചടങ്ങിനായി എത്തിയിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര നടക്കുന്നത്. സാധാരണ കലോത്സവ വേദിയിലേക്ക് നേരിട്ട് എത്തിക്കുകയായിരുന്നു പതിവ്. ഓരോ ജില്ലയിലും DDEമാരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. ഇന്ന് തൊടുപുഴയിൽ അവസാനിക്കുന്ന ഘോഷയാത്ര നാളെ രാവിലെ പുനരാരംഭിച്ച് വൈകിട്ട് 6 മണിയോടെ കൊല്ലം ആശ്രമ മൈതാനിയിലെത്തും. 24 കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണയും അറബനമുട്ടിൽ തിളങ്ങാനൊരുങ്ങി മലപ്പുറം കൊട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂൾ. തുടർച്ചയായ 7ാം തവണയാണ് അറബനമുട്ടിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ കലോത്സവത്തിനെത്തുന്നത്. കോൽക്കളി, നാടൻപാട്ട്, അറബിക് നാടകം തുടങ്ങി 10 ഇനങ്ങളിലായി 62 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. നാടൻപാട്ട്, അറബനമുട്ട്, അറബിക് നാടകം എന്നിവയിൽ പകരം വെക്കാനില്ലാത്ത പേരാണ് കൊട്ടുകര PPM ഹയർ സെക്കൻഡറി സ്കൂൾ. കലോത്സവം ഇങ്ങെത്തുമ്പോൾ തുടങ്ങുന്നതല്ല പരിശീലനം. മാസങ്ങൾക്ക് മുന്നേ പഠനത്തിനോടൊപ്പം കഠിന പരിശ്രമം തുടങ്ങും. ഞങ്ങൾക്ക് നൈറ്റ് ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിലാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യൽ. അവിടെ ഞങ്ങൾ ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേറ്റിൽ എത്തിയത്. തുടർച്ചയായി 4ാം തവണയാണ് ഹൈസ്കൂൾ വിഭാഗം അറബി നാടകം സ്കൂളിൽ നിന്നും സംസ്ഥാന കലോത്സവത്തിലേക്ക് എത്തുന്നത്.
കോൽക്കളി പെരുമയും വീര്യം കൂട്ടുന്നതോടെ വേദിയിൽ കൊട്ടുക്കര കൊട്ടിക്കയറും. സമീർ ബിൻ കരീം, 24, മലപ്പുറം. എന്തായാലും കലോത്സവ വിശേഷങ്ങളുടെ സമഗ്ര കവറേജുമായി 24 ഉണ്ടാകും. വിപുലമായ സജ്ജീകരണങ്ങളോടുകൂടി അതിൻ്റെ പോരാട്ടച്ചൂട്, അതിൻ്റെ ദൃശ്യ മികവ് ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24ൻ്റെ ടീമും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്, അവിടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്കാണ് ശരണം സന്നിധാനം. മകരവിളക്കിനോടനുബന്ധിച്ച് ശബരിമലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ മാസം 10 മുതൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉണ്ടാവില്ല. 14-നും മകരവിളക്ക് ദിവസമായ 15-നും വെർച്വൽ ക്യൂ വഴി എത്തുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ കണ്ടെയ്നർ ക്ഷാമം മൂലം അരവണ വിതരണത്തിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ശബരിമലയിൽ ഭക്തരുടെ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ നടപടി. നിലവിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യത്തിലൂടെ 10,000-ങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. ഈ മാസം 10 മുതൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇത് നിർത്തലാക്കും. മകരവിളക്ക് അടുക്കുന്നതോടെ ദർശനത്തിനെത്തുന്നവർ ശബരിമലയിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യാറാണ് പതിവ്. ഈ സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ ഉണ്ടാക്കുന്ന പ്രതിസന്ധി കണക്കിലെടുത്ത് 14-നും മകരവിളക്ക് ദിനമായ 15-നും ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 14-ന് 50,000 പേർക്കും 15-ന് 40,000 ഭക്തർക്കും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. നിയന്ത്രണം നമ്മൾ അതിനെ കരുതരുത്. കാരണം ഈ മകരവിളക്ക് കാലം എന്ന് പറയുന്നത് ഈ വന്നു ചേരുന്ന അയ്യപ്പ ഭക്തന്മാര് അവരിവിടെ ജ്യോതി കാണാൻ വേണ്ടി തമ്പടിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പം ഈ സന്നിധാനത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന അയ്യപ്പന്മാരുടെ ഒരു അളവുണ്ട്. അപ്പോൾ അത് വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ മുൻനിർത്തിയാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതേസമയം അരവണ വിതരണത്തിലെ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. നാളെ രാത്രിയോടെ കൂടുതൽ കണ്ടെയ്നറുകൾ എത്തുമെന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. നിലവിൽ മണിക്കൂറിൽ 4,000-നും 5,000-നും ഇടയിൽ ഭക്തരാണ് 18-ാം പടി കയറുന്നത്. 24 സന്നിധാനം. ഇന്ത്യയിലെ വിനോദസഞ്ചാരത്തിൽ 60% തീർത്ഥാടന ടൂറിസമാണ്. 2022-ൽ 1.34 ലക്ഷം കോടി രൂപയാണ് തീർത്ഥാടന ടൂറിസത്തിൽ നിന്ന് ഇന്ത്യക്ക് ലഭിച്ചത്. ശബരിമലയും ഗുരുവായൂരും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങളുള്ള കേരളത്തിൽ തീർത്ഥാടന ടൂറിസത്തിന് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഇന്ത്യയിലെ വിനോദസഞ്ചാരത്തിൽ 60% തീർത്ഥാടന ടൂറിസമാണ്. 2022-ൽ തീർത്ഥാടന ടൂറിസത്തിൽ നിന്ന് 1.34 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ നേടിയത്. കേരളത്തിൽ ശബരിമലയാണ് തീർത്ഥാടന ടൂറിസത്തിൽ 1-ാം സ്ഥാനത്ത്. 3 കോടിയോളം തീർത്ഥാടകരാണ് പ്രതിവർഷം ശബരിമലയിലെത്തുന്നത്. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരിൽ ചെറിയൊരു വിഭാഗത്തെ കേരളത്തിൽ തന്നെ തുടരാനും മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടി സന്ദർശിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർത്ഥാടന ടൂറിസത്തിൽ നിന്ന് കേരളത്തിന് കൂടുതൽ വരുമാനം ലഭിക്കും. അതിനുള്ള സാധ്യതകളാണ് കേരള സർക്കാർ ഇപ്പോൾ ആരായുന്നത്. ഇതിനു പുറമെ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ, മുസ്ലിം ആരാധനാലയങ്ങളും തീർത്ഥാടന ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുകയാണെങ്കിൽ ആഭ്യന്തര ടൂറിസം വരുമാനത്തിൽ വലിയ വർധനയുണ്ടായേക്കും. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം, ഭരണങ്ങാനം അൽഫോൺസ തീർത്ഥാടന കേന്ദ്രം, ഫോർട്ട് കൊച്ചി സെയിന്റ് ഫ്രാൻസിസ് പള്ളി, ഇടപ്പള്ളി സെയിന്റ് ജോർജ് പള്ളി, പാലാ സെയിന്റ് തോമസ് കത്തീഡ്രൽ, പരുമലപ്പള്ളി, കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ്, തിരുവനന്തപുരം ഭീമാപ്പള്ളി, കൊണ്ടോട്ടിപ്പള്ളി തുടങ്ങി തീർത്ഥാടന ടൂറിസത്തിന് തഴച്ചു വളരാനാകുന്ന മണ്ണാണ് കേരളത്തിന്റേത്. പ്രതിവർഷം 70,000 മുതൽ 1 കോടി തീർത്ഥാടകർ വരെ ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയധികം തീർത്ഥാടകരെ ഉൾക്കൊള്ളാൻ പരിമിതമായ സൗകര്യങ്ങളാണ് ഗുരുവായൂർ പട്ടണത്തിലുള്ളത്. തീർത്ഥാടന ടൂറിസം വികസിക്കണമെങ്കിൽ ആരാധനാലയങ്ങളുടെ പരിസരത്ത് അടിസ്ഥാന സൗകര്യ വികസനം വലിയ തോതിൽ നടക്കണം. റിസർച്ച് ഡെസ്ക് 24. മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്
പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ അതൊരു വലിയ വിവാദമായി രൂപപ്പെട്ടതിന് പിന്നാലെ സഭാ നേതൃത്വം നിലപാട് കടുപ്പിക്കുന്നതിനിടെ പ്രതിപക്ഷം അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിനിടെ സജി ചെറിയാൻ എന്തായിരിക്കും ആ വിഷയത്തിൽ പറയുക എന്നുള്ളത് ശ്രദ്ധേയമാണ്. സജി ചെറിയാൻ്റെ ആ പരാമർശം തള്ളിക്കൊണ്ട് പാർട്ടി കൂടി രംഗത്ത് വരുന്നത് ഇന്ന് നമ്മൾ കണ്ടിരുന്നു. സജി ചെറിയാൻ്റെ പ്രതികരണത്തിലേക്ക്. മന്ത്രി സജി ചെറിയാനെതിരെ സർക്കാരിനെതിരെ കടുത്ത നിലപാട് സഭാ നേതൃത്വങ്ങൾ സ്വീകരിക്കുന്ന പശ്ചാത്തലമാണ്. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ ഉന്നയിച്ച വിമർശനം, അതിൽ സഭാ നേതൃത്വം കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. പരാമർശം പിൻവലിച്ച് വിശദീകരണം നൽകാതെ സർക്കാരുമായി ഒരു തരത്തിലുള്ള സഹകരണവും ഉണ്ടാവില്ല എന്ന് KCBC ഇന്ന് വ്യക്തമാക്കിയിരുന്നു. പരാമർശം പിൻവലിക്കണം എന്നുള്ള ആവശ്യം ശക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ സജി ചെറിയാൻ്റെ പരാമർശം പാർട്ടി തള്ളുന്നതും ഇന്ന് നമ്മൾ കണ്ടു. അത് പാർട്ടിയുടെ നിലപാടല്ല, ഒരു പ്രസംഗത്തിനിടെയുള്ള പ്രയോഗം എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. അതേസമയം തന്നെ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം തന്നെ സജി ചെറിയാൻ്റെ വാർത്താസമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ അതിലേക്ക് വരാം. തൃശൂർ പൂരത്തിന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെരുപ്പിന് വിലക്ക്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായി വേണം ആരാധനയെന്ന് കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ പൂരത്തിന് ആചാരവിരുദ്ധമായ സംഭവങ്ങളുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിക്ക് നാരായണൻകുട്ടി നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. തെക്കേ ഗോപുര നടയിൽ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും തള്ളിയെന്ന മാധ്യമ വാർത്തയിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസും ഉത്തരവിന് കാരണമായി. ഹിന്ദുത്വ വർഗീയാധിപത്യത്തെ വളർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ക്രിസ്ത്യൻ സംഘടനയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 700ഓളം വർഗീയ ആക്രമണമാണ് രാജ്യത്താകമാനം ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായത്. അതായത് ഏതാണ്ട് ഒരു ദിവസം 2 ഇടത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതിൽ 287 എണ്ണം ഉത്തർപ്രദേശിലും 148 ആക്രമണങ്ങൾ ഛത്തീസ്ഗഡിലും 49 ആക്രമണങ്ങൾ ജാർഖണ്ഡിലും 47 എണ്ണം ഹരിയാനയിലുമാണ്. ഇവിടെയെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. 2014 രാജ്യത്ത് ആകെ 140 അക്രമ സംഭവങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നേരെ ഉണ്ടായിരുന്ന സ്ഥാനത്തു നിന്നും BJP ഭരിച്ച കഴിഞ്ഞ 9 വർഷം കൊണ്ട് ആക്രമണത്തിന്റെ നിരക്ക് കുത്തനെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ക്രൈസ്തവ വിഭാഗത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന് 11ാമത്തെ സ്ഥാനമാണ് അലങ്കരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യയെ ആകമാനം പിടിച്ചുകുലുക്കിയത് മണിപ്പൂരിലെ വംശീയ സംഘർഷമായിരുന്നു. മുഖ്യമായും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്ത്തികളും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുക്കികളും തമ്മിലുള്ള സംഘർഷം തടയുന്നതിൽ മണിപ്പൂരിലെയും കേന്ദ്രത്തിലെയും BJP സർക്കാരുകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു. ഈ 2 മതവിഭാഗത്തിൽപ്പെടുന്നവർ ആയുധമേന്തി പരസ്പരം ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ അവിടെ 200ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 60,000-ഓളം ആളുകൾക്ക് ഭവനം നഷ്ടപ്പെടുകയും 100 കണക്കിന് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുകയും 10,000-ങ്ങൾ പാലായനം ചെയ്യപ്പെടുകയും ചെയ്ത സംഭവം നമ്മുടെ സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി ഉയർന്നു വന്ന വിഷയമാണ്. ഇവിടെ സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കാര്യമായ നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന കാര്യം ഒട്ടേറെ വിമർശനങ്ങൾ ഇടവരുത്തിയിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവിടെ സംഘർഷം തുടരുകയാണ്.
കലാപം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കലാപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയോ പാർലമെന്റിൽ ഈ പ്രശ്നത്തെ സംബന്ധിച്ചൊരു പ്രസ്താവന നടത്താനോ തയ്യാറായിട്ടില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂനപക്ഷ വിരുദ്ധ മനോഭാവത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. ക്രൈസ്തവർക്കെതിരെ മാത്രമല്ല, രാജ്യത്തെ മുസ്ലിം വിഭാഗങ്ങൾക്ക് നേരെയും ഇതേപോലുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. മണിപ്പൂരിൽ സംഘർഷം പടർന്നു പിടിക്കുമ്പോൾ തന്നെയാണ് ഹരിയാനയിലെ ഭിവാനി ജില്ലയിൽ രാജസ്ഥാനിൽ നിന്ന് പശുക്കളെ വിൽക്കാൻ കൊണ്ടുവന്ന ജുനൈദ്, നാസർ എന്നീ യുവാക്കൾ നിഷ്കരണം കൊല്ലപ്പെടുന്നു. മോനു മനേസർ എന്ന ബജറംഗദൾ നേതാവ് നയിച്ച യാത്ര ഗുഡ്ഗാവിനടുത്ത് മുസ്ലിങ്ങൾ താമസിക്കുന്ന തെരുവിൽ എത്തി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കിയതും ഹരിയാനയിലാണ്. രാമനവമി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രകളിൽ സായുധ സംഘങ്ങൾ കയറിപ്പറ്റി മുസ്ലിം വീടുകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം രാമനവമി, ഹനുമാൻ ജയന്തി ഘോഷയാത്രയോടനുബന്ധിച്ച് 9ഓളം സംസ്ഥാനങ്ങളിൽ ഇതേപോലെയുള്ള ആക്രമണങ്ങൾക്ക് ഇടവരുത്തിയെന്ന കാര്യം എല്ലാ മാധ്യമങ്ങളിലുമായി നാം കണ്ടിട്ടുള്ള കാര്യമാണ്. പല സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷ ആദിവാസി മേഖലകളിൽ വർഗീയ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ പോലീസിന്റെ സാന്നിധ്യത്തിനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യു പിയിലെ മുസഫർ നഗറിൽ തൃപ്തത്യാഗി എന്ന അധ്യാപിക ഒരു മുസ്ലിം വിദ്യാർത്ഥിയെ ശിക്ഷിക്കാനായി സഹപാഠികളായ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് നാം കണ്ടിട്ടുണ്ട്. വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കലാലയങ്ങളിലേക്ക് എത്തുകയാണ്. ഇത്തരത്തിൽ രാജ്യത്ത് ഉടനീളം മതനിരപേക്ഷതയ്ക്കും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അതിനെയെല്ലാം നോക്കുകുത്തിയാക്കി ഇവിടെ ഹിന്ദുത്വവൽക്കരണവും കാവുവൽക്കരണവും ന്യൂനപക്ഷ വേട്ടയും വർഗീയതയും കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും സഹായത്തോടെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ മതേതരവാദികൾ ആ നിലപാട് ഒന്നിച്ച് സ്വീകരിക്കണമെന്നുള്ളതാണ് ഞാൻ എൻ്റെ അഭിപ്രായമായി പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നടന്ന ആക്രമണങ്ങളിൽ, അതിനു മുമ്പ് നടന്ന ആക്രമണങ്ങളിലും ഒരുപാട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇത്രയും ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ, അവരെ നമ്മളുടെ പരിഭവങ്ങളും ആശങ്കകളും അറിയിച്ചുകൊണ്ട് അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ട സമീപനം വേണ്ടത്ര സ്വീകരിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ പുന്നപ്രയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ അവിടെ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ, അത് ബിഷപ്പുമാർ മാത്രമല്ല, അല്ലാത്ത ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പങ്കെടുത്തു. മണിപ്പൂർ പ്രശ്നം ഉന്നയിക്കേണ്ടതായിരുന്നു. പ്രശ്നം ഉന്നയിക്കേണ്ടതിന്റെ രീതി ഉന്നയിക്കേണ്ടവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ 200ഓളം ആളുകൾ കൊല്ലപ്പെട്ട്, ആയിരങ്ങൾ പലായനം ചെയ്യപ്പെട്ട്, ആയിരങ്ങളുടെ ഭവനരഹിതരായ നമ്മുടെ നാട്ടിൽ ഒരു ജനവിഭാഗത്തിന് ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു. ബഹുമാന്യ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഇടപെടണം, ആ പ്രദേശം സന്ദർശിക്കണം, ഞങ്ങളുടെ പ്രയാസങ്ങളും ആശങ്കകളും പരിഹാരം കാണണം എന്ന് സ്നേഹബുദ്ധിയ എങ്കിലും പറയേണ്ടതായിരുന്നു എന്നാണ് ഞാൻ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയമായ എൻ്റെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ
ഞാൻ ഈ പ്രസംഗം നടത്തിയ സന്ദർഭത്തിൽ എൻ്റെ പരാമർശങ്ങളിൽ വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് ചില ആശങ്കകളും പ്രയാസങ്ങളും ബഹുമാനായ പുരോഹിത ശ്രേഷ്ഠർ നേരിട്ടും അല്ലാതെയും മാധ്യമങ്ങളുടെയും പറയുകയുണ്ടായി. അത് ഏത് വിഷയത്തിലാണ് അവർക്ക് പ്രയാസമുണ്ടായെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ ആ വിരുന്നിൻ്റെ ഭാഗമായി സാധാരണ ക്രൈസ്തവർക്ക് ക്രിസ്മസ് നാളിൽ കൊടുക്കുന്ന ഈ വീഞ്ഞും കേക്കും ആ ഭാഗമായിരിക്കാം, അങ്ങനെ ഒരു ഭാഗമായിരിക്കാം അവർക്ക് പ്രയാസകരമായി തോന്നിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രയാസകരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ വീഞ്ഞിൻ്റെയും കേക്കിൻ്റെയും കാര്യം ഞാൻ പിൻവലിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ വീഞ്ഞും കേക്കിൻ്റെയും വിഷയമല്ല ഞാൻ ഉന്നയിച്ചത്. ഞാൻ എൻ്റെ വരികളിലൂടെയും എൻ്റെ വാക്കുകളിലൂടെയും ഞാൻ ഉന്നയിച്ചത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ പ്രശ്നത്തെ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല. ആ രാഷ്ട്രീയ പ്രശ്നം പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ക്രൈസ്തവരിൽ മുസ്ലിങ്ങളിൽ അടക്കം വന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. ഞാനൊരു മതേതരവാദിയാണ്. ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മതേതരവാദിയായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉണ്ടായ ആശങ്ക ഞാൻ ഉന്നയിച്ചു. അതെൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ്. അതിലാർക്കെങ്കിലും ഞാൻ പറഞ്ഞ ഭാഗത്ത് ഈ കേക്കിൻ്റെയും വീഞ്ഞിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസമോ വേദന ഉണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. എന്നാൽ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം മണിപ്പൂർ പ്രശ്നത്തിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും അവിടെ ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. ആ പ്രസംഗം മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ആ പ്രസംഗത്തിൽ ഒരു ഭാഗത്തും അവിടെ പങ്കെടുത്തവരാരും ഈ പ്രയാസപ്പെടുന്ന ജനതയുടെ കാര്യം ഉന്നയിച്ചിട്ടില്ല. ആരെയാണ് ഇവരൊക്കെ ഭയപ്പെടുന്നത്? അങ്ങനെ ഭയപ്പെടാൻ പറ്റുമോ? നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ആ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയണ്ടേ? എല്ലാവരുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരസ്പര ബഹുമാനത്തോട് സംരക്ഷിക്കേണ്ടേ? ആ കാര്യമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അതിൽ എൻ്റെ രാഷ്ട്രീയ നിലപാട് ഞാനവിടെ പറഞ്ഞു. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനമാണ്. ആ അഭിപ്രായ പ്രകടനം തീർച്ചയായിട്ടും മണിപ്പൂർ പ്രശ്നത്തിൽ ഞാൻ വെക്കുന്ന ഒരു നിലപാട് എന്ന നിലയിൽ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തെ കാണേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ആ കാര്യത്തിൽ ഞാൻ ആമുഖമായി ആദ്യം പറഞ്ഞ ഭാഗത്ത് പ്രയാസമുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ പിൻവലിക്കുന്നു. അതിൽ ഞാൻ ഖേദവും പ്രകടിപ്പിക്കുന്നു. കാരണം എല്ലാ പുരോഹിത ശ്രേഷ്ഠരോടും എനിക്ക് ബഹുമാനമാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ ഈ പറയുന്ന ബിഷപ്സുമാരുമായിട്ടും നല്ല വ്യക്തിബന്ധമുള്ള ആളാണ്. അവരെ ഒന്നും മോശപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും ഞാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. അവർക്ക് അങ്ങനെ ഒരു ആശങ്കയും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് ഞാൻ. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട, അതിൻ്റെ ആശങ്കയും വേണ്ട. എന്നാൽ ആരെയിലുമൊക്കെ ഭയപ്പെട്ട് കീഴ്പ്പെട്ടു പോവുക എന്ന സമീപനത്തോട് നമുക്ക് പോകാൻ കഴിയില്ല. അത്തരം കാര്യങ്ങൾ പ്രതികരിക്കേണ്ട സമയങ്ങളിൽ പ്രതികരിക്കണം. അതൊരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യം കൂടി എന്ന താല്പര്യത്തിലാണ് ഞാനത് വിശദീകരിച്ചത്. ഇത് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷ നേതാവ് ഇതങ്ങോട്ട് പറഞ്ഞേച്ചെങ്കിൽ രാഷ്ട്രീയമായി അങ്ങ് കൈകാര്യം ചെയ്യാം. എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ മണിപ്പൂർ പ്രശ്നത്തിൽ പറ്റിയുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കണം. ഞാൻ പറഞ്ഞ വീഞ്ഞും കേക്ക് ഞാൻ അങ്ങ് പിൻവലിച്ചല്ലോ. മണിപ്പൂർ പ്രശ്നത്തെ പറ്റിയുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം പറയട്ടെ. ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ട്, ഇത്രയും ആളുകൾ അവിടെ പലായനം ചെയ്യപ്പെട്ട്, ഭവനങ്ങൾ തകർന്നിട്ട് ഈ പ്രശ്നത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരക്ഷരം BJPക്കെതിരെ മിണ്ടിയോ? ഞാൻ പറഞ്ഞ പ്രശ്നത്തിൻ്റെ പ്രധാന ഭാഗം മാറ്റിവെച്ചിട്ട് ഞാൻ ആരെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തെ എന്തിനാണ് തമസ്കരിക്കുന്നത്? ഈ പ്രശ്നത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്? അത് പറയുന്നില്ല. അത് പറയാതെ അദ്ദേഹത്തെ പിണറായി വിജയൻ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എന്നെ ഏതോ ചുമതലപ്പെടുത്തിയിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടില്ല വ്യക്തിപരമായിട്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ട് എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരാളിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ആളല്ല, ആക്ഷേപിച്ചിട്ടുമില്ല, ആക്ഷേപിക്കത്തുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാനവിടെ തുറന്നു പറഞ്ഞു. അത് അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടായി കാണും.
അത് വ്യക്തിപരമായ ആക്ഷേപമല്ല. അത് ഗവൺമെന്റ് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ എത്താഞ്ഞതിന്റെ കാരണമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ മണിപ്പൂർ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ 750ഓളം ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ട് എന്താണ് ഈ വർഷം ക്രിസ്മസിന് മധ്യപ്രദേശിൽ ഉണ്ടായ സംഭവം പുറത്തു വന്നിട്ടുണ്ടല്ലോ. നിരന്തര ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം നടക്കുകയാണല്ലോ. എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ട് ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന കാര്യം എന്താണ് പ്രതിപക്ഷ നേതാവ് പറയാത്തത്? ഈ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നില്ല, ഭൂരിപക്ഷത്തിന് സംരക്ഷണം കൊടുക്കുകയല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരാളിന്റെ ഒരു സമൂഹത്തിന്റെ ആരാധനാലയം തകർക്കപ്പെടുന്നുണ്ടോ? പരസ്പരം ആക്രമിക്കുന്നുണ്ടോ? ഒരു വർഗീയലാഭം കേരളത്തിലുണ്ടായോ ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 7 വർഷമായിട്ട്? വർഗീയലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ വർഗീയലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ച വർഗീയവാദികളെ പരാജയപ്പെടുത്തിയ ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു, അതുകൊണ്ട് അത് അങ്ങ് മുതലാക്കി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനിടെ ഒരു ചെറിയ സ്നേഹമൊക്കെ കാണിച്ച് അവരെ ഒന്ന് ചേർത്ത് പിടിക്കാം എന്നൊന്നും ധരിക്കണ്ട. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നല്ല ആശങ്കയുണ്ട്. ഞാൻ തുറന്നു പറയുകയാണ്. കേരളത്തിൽ ആശങ്കയില്ല എന്ന് ധരിക്കണ്ട. കേരളത്തിൽ ആശങ്കയില്ലാത്തത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വം കേരളത്തിലുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കുമെന്ന പ്രതീക്ഷയും ആശങ്കയും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കുണ്ട്. അതിലേക്ക് പോകാൻ കുറെ ആളുകൾ ഇങ്ങനെ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആശങ്കയൊക്കെ വെച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു പ്രശ്നം തന്നെയാണെന്നാണ്. അതിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും നിലപാട് പറയാതെ എന്നെ ആക്ഷേപിക്കുന്ന സമീപനം ശരിയല്ല. സാംസ്കാരിക മന്ത്രി എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് വലിയ മഹാഭാവമാണ് എന്ന ധാരണയൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഒരു പൊതുപ്രശ്നം, രാജ്യത്തിന്റെ ഒരു പൊതുപ്രശ്നം പറഞ്ഞു. അതിലെ പറഞ്ഞ കാര്യത്തിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം ഇപ്പൊ 2 ദിവസമായി നിരന്തരം പ്രസ്ഥാനം നടത്തുന്നത്. ഞാൻ വിചാരിച്ചത് മറുപടി പറയേണ്ടതാണ്. എന്റെ ചരിത്രമൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്നത്. ഞാൻ ആരുടെയും ചരിത്രമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് ഇതിനകത്തുനിന്ന് മുതലെടുക്കാനുള്ള ആഗ്രഹം? സജി ചെറിയാൻ ഇങ്ങനെ ഒരു വാക്ക്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ അത് വെച്ചുകൊണ്ട് BJPക്ക് എന്തെങ്കിലും ഗുണം കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിനിടെ കിട്ടുമോ? ഇവിടെ മുസ്ലിമിനെ അകറ്റി നിർത്തി ക്രിസ്ത്യാനിയെ പിടിക്കാൻ കഴിയുമോ എന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ സംഘപരിവാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമിനെതിരായിട്ടുള്ള വലിയ വികാരങ്ങൾ, കള്ളത്തരങ്ങൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും നടന്നു പറയല്ലേ? അതല്ലേ വസ്തുത? അത് പറഞ്ഞിട്ട് ആ വിഭാഗത്തിനെതിരായി ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും? അതിനുവേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നീക്കം, ആ നീക്കത്തെ തടയുന്ന ഒരു പ്രസ്താവനയാണ് എന്റേത്. അത് മനസ്സിലായിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്ക്. ആ പ്രസ്താവന നന്നായിട്ട് അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം 2 ദിവസമായി കേന്ദ്രമന്ത്രി, സാധാരണ കേന്ദ്രമന്ത്രി ഒരു പ്രസ്താവനയൊക്കെ ഇറക്കാവും, ഒന്നിൽ കൂടുതൽ പ്രസ്താവന ഇറക്കേണ്ട കാര്യമില്ല. 2 ദിവസമായി അദ്ദേഹം നിരന്തരം പ്രസ്താവന ഇറക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്ത്രം കേരളത്തിൽ പൊളിഞ്ഞ ഒരു അധ്യായമായി മാറി എന്ന ഒരു ധാരണ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി അത് കുറെ കൂടി കൊള്ളും. അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ കള്ളത്തരം പ്രചരിപ്പിച്ച് തങ്ങൾക്കൊപ്പം അടുപ്പിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അധികാര രാഷ്ട്രീയം കൈയാളാം എന്ന ഒരു ദീർഘകാലത്തെ ഒരു പദ്ധതി കേരളത്തിൽ ഇവർ രൂപപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് കൂടി ചില നീക്കങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണമെന്ന അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അത് മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവരവരുടെ പ്രയാസവും വേദനയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിലൊന്നും ഒരു വേദനയും പ്രയാസവും വേണ്ട. നമ്മൾ തിരിച്ചറിയേണ്ടവരൊക്കെ തിരിച്ചറിയണം. അത്തരം കാര്യങ്ങൾ ജാഗ്രത ഉണ്ടാകണമെന്നുള്ളതാണ് ഞാൻ നടത്തിയ പ്രസ്താവനയുടെ ഭാഗമായി പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ബഹുമാന്യായ കത്തോലിക്ക ബിഷപ്പ് സമിതിയുടെ പ്രസിഡന്റ് ക്ലിമീസ് തിരുമേനി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ബാബ തിരുമേനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ കണ്ടു. അദ്ദേഹമാണ് ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സജി ചെറിയാൻ ഇങ്ങനെ സാംസ്കാരിക മന്ത്രി അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഭാഗം പിൻവലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളല്ലാതെ സഹകരിക്കില്ല. അവരെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സഹകരിക്കുകയും വേണം. ഞാൻ നിമിത്തമാരും സഹകരിക്കാതിരിക്കേണ്ട. ഞാൻ ആ ഭാഗം പ്രിയപ്പെട്ട ക്ലിമീസ് തിരുമേനി പറഞ്ഞതിന്റെ ഭാഗമായി ഈ വീഞ്ഞും നമ്മുടെ കേക്കിന്റെ ഭാഗം ഞാൻ പിൻവലിച്ചു. ആ 2ാമത്തെ ഭാഗം പിൻവലിക്കുന്നുമില്ല, അത് ഉറച്ചു നിൽക്കുന്നു. അതിനെപ്പറ്റി നല്ല ചർച്ച നടക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ പ്രശ്നത്തെ ചില മാധ്യമങ്ങൾ, ചുരുക്കം മാധ്യമങ്ങൾ, ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ എന്നെ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകളും ഇന്നലത്തെ ചില മാധ്യമങ്ങൾ സ്വീകരിച്ചതായി കണ്ടു. അത് കുറച്ച് നാളായി ചില മാധ്യമങ്ങൾ അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു മാധ്യമത്തിനും എതിരല്ല.
അത് ശരിയായ രീതിയല്ല. ഞാൻ ഇതിനിടയ്ക്ക് നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ച് ഇക്കിളിപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ഞാൻ പറയുന്നതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വികാരം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സംഗതി കാണും. അത് നിങ്ങൾക്ക് കാലം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഞാൻ അറിവില്ലാതെ പറയുന്ന കാര്യമൊന്നുമില്ലല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അറിയാതെ പറയുന്ന കാര്യം അല്ലെങ്കിൽ മാനങ്ങൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ജനമാധ്യമങ്ങൾ വ്യക്തിപരമായി ഏതോ വിരോധം തീർക്കുന്ന രൂപത്തിൽ വൈകിട്ടത്തെ ചർച്ചയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന 3-4 പേരെയൊക്കെ വിളിച്ചിരുത്തി പേഴ്സണലായിട്ട് ആക്രമിക്കുന്ന രീതി അവസാനിപ്പിക്കണം. ഇതാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് എൻ്റെ നിലപാട്. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി എന്ത് നഷ്ടപ്പെട്ടാലും മരിക്കുന്നവരെ പോരാടും. ആ രാഷ്ട്രീയമാണ് സജി ചെറിയാൻ്റെ രാഷ്ട്രീയമെന്ന് നിസ്സംശയം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഒരു വെള്ളവും ചേർക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിൻ്റെ കൂടെ ചേരാനോ വെള്ളം ചേർക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരായിട്ടുള്ള നിലപാടാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട്. അതാണ് എൻ്റെ പദങ്ങളിലൂടെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു പദം പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ അർത്ഥതലങ്ങളിലേക്ക് പോകുമല്ലോ. ഇവിടെ ഈ ഒരു പദമാണല്ലോ നിങ്ങൾക്കെല്ലാം ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളെല്ലാം ചർച്ച ചെയ്തത്. ആ പദത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പ്രയാസമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെയും അവമാനിക്കാനല്ല, ഒരു പുരോഹിത ശ്രേഷ്ഠയും ഞാൻ ഒരു മതത്തിൻ്റെ നേതാക്കന്മാരെ ഞാൻ അവമാനിച്ചിട്ടില്ല, അവമാനിക്കത്തുമില്ല. അവരുടെ എല്ലാ നന്മയേറിയ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ആ നിലപാടിൽ തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തത്. നിങ്ങളോട് പറയാനാണ് ഈ യോഗം വിളിച്ചത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഈ പറഞ്ഞതൊന്നും തെറ്റല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്മസിന് ക്രൈസ്തവർ എല്ലാ വീടുകളിലും വീഞ്ഞും ഈ പറയുന്ന മുന്തിരി കൊണ്ടുള്ള വീഞ്ഞും ഈ പറയുന്ന കേക്കും കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ ചെറുപ്രായം മുതൽ എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഒരു ഇച്ചിരി പീസ് കേക്ക് കൊടുക്കും, ഇച്ചിരി വീഞ്ഞ് കൊടുക്കും. അതൊരു ഞങ്ങളുടെ ഈ ക്രൈസ്തവ വീടുകളിലെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ അവർ പോയതിനെ ഞാൻ എതിർക്കുന്നില്ല, അത് അവരുടെ ഇഷ്ടം. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അത് അവർക്ക് വേണേൽ പോവാം. ഞാൻ പറഞ്ഞ പ്രശ്നം എന്താണ്, അവിടെ പോയപ്പോൾ അവിടെ നടത്തിയ പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചല്ലോ. വിശദീകരിച്ച കൂട്ടത്തിൽ ഈ കേക്കും വൈനും നമ്മൾ അവർ തന്നത് കഴിച്ചു പോയല്ലോ. ആ കഴിച്ചപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം മറന്നുപോയി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ പറഞ്ഞ ഭാഗമാണല്ലോ ഈ കേക്ക്, വൈന്, രോമാഞ്ചി, ഇത് 3 പ്രശ്നം വന്നത്. അത് ഞാനങ്ങ് പിൻവലിച്ചു. ആ രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗത്ത് ഞാനങ്ങ് കുറച്ച് നിൽക്കുക. അതിനെപ്പറ്റി ഇനി കൂടുതൽ വിശദീകരണങ്ങൾ വേണമെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാൻ വിശദീകരണം തരാം. ഇപ്പം ഞാനത് പറയുന്നില്ല. എൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ആ രാഷ്ട്രീയ നിലപാട് സംഘപരിവാർ രാഷ്ട്രീയത്തിനോടൊപ്പമല്ല. ഈ രാജ്യത്ത് ഭൂരിപക്ഷ ജനങ്ങളും ന്യൂനപക്ഷ ജനങ്ങളും ഏകോദര സൗകര്യങ്ങളൊപ്പം ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ പഠിച്ച അധ്യായമാണ്. ഞാൻ 13ാമത്തെ വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. എനിക്ക് എന്ത് നഷ്ടപ്പെടും എന്നതിനെ കുറിച്ച് ഒരു വ്യാകുലത എനിക്കില്ല, അത് പറഞ്ഞേക്കാം. എനിക്ക് നാളെ എന്ത് സംഭവിക്കും, എന്ത് നഷ്ടപ്പെടും എന്ന് ആലോചിച്ചിട്ടല്ല ഞാൻ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും പലർക്കും പ്രയാസം ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. ശരിയായിരിക്കാം, അത് ഞാൻ നോക്കാം. പക്ഷേ എനിക്ക് നാളെ എന്ത് സംഭവിക്കുന്നതനുസരിച്ചല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പൊതുപ്രവർത്തനം. അത് സംബന്ധിച്ച് എൻ്റെ നഷ്ടങ്ങളെക്കാൾ പ്രധാനം എൻ്റെ രാജ്യത്തിൻ്റെ നഷ്ടങ്ങളാണ്. അതനുസരിച്ച് ഞാൻ നിലപാടുകൾ പറയും. ആ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. അതിന് ഇത്രയും ഒരു വേദനിപ്പിക്കേണ്ട ഒരു അഭിപ്രായം അതിനകത്ത് ഞാൻ കാണുന്നില്ല. എന്നാൽ അവർ പറഞ്ഞ കാര്യത്തിൽ ഈ പറഞ്ഞ അവരെ ഞാൻ അപമാനിച്ചു എന്ന് പറയുന്ന ഭാഗം അവർക്ക് വിഷമം വന്നിട്ടുണ്ട്. ഞാനത് പിൻവലിക്കും, അത്ര മാത്രമേ. ഭാഗികമായി ഞാൻ പിൻവലിച്ചിട്ടില്ല. ആരും പറഞ്ഞു പിൻവലിച്ചു? അതിൽ പിൻവലിച്ച് അവർക്ക് പ്രയാസമുണ്ടായി എന്ന് അവർ വ്യക്തിപരമായി എന്നോട് പറഞ്ഞ ഭാഗമാണ് ഈ പറഞ്ഞ ഈ കേക്കും വൈനിൻ്റെ ഭാഗം. അത് അവർക്ക് പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല. അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്നത് പറഞ്ഞിട്ടുള്ളൂ, അല്ല ഞാൻ എൻ്റെ പ്രസ്താവന പിൻവലിച്ചിട്ടില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ അതിനു മുമ്പ് ഉന്നയിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കേരളത്തിലെ എല്ലാ സഭകളും ഇന്ത്യയിലെ എല്ലാ സഭകളും ഈ പ്രശ്നം ഗവൺമെൻറ് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി സന്ദർശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു പറഞ്ഞു. ഇത് നടന്നില്ല, അത് വേറെ കാര്യം. അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ക്രിസ്മസിന് നടത്തിയ
പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ പരാമർശം നടത്താൻ പറ്റുമായിരുന്നു. കാരണം പ്രധാനമന്ത്രിയുമായി ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുന്ന നല്ലൊരു വേദി, ആ വേദി അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ആരെയും പ്രയാസപ്പെടുത്താൻ, അത് പറയേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ നിലപാട്. അത് പറയേണ്ടതല്ല എന്ന് അവർ പറഞ്ഞാൽ ഞാൻ ആ കാര്യം അന്നേരം ആലോചിക്കാം. അവരതിന് മുമ്പ് പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷം 2.5% വരുന്ന ന്യൂനപക്ഷം ശക്തി കുറവാണ്. അവർക്ക് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവർ പറയേണ്ട ഒരു കാര്യം പറയാൻ കഴിയുന്ന നല്ലൊരു സന്ദർഭത്തിൽ പറഞ്ഞില്ല. അന്നേരം പറഞ്ഞിരുന്നെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വന്നേനെ. നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം ഉണ്ടായേനെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പിൽ അവിടെ പോയ ബഹുമാന്യായ പുരോഹിത ശ്രേഷ്ഠ അവതരിപ്പിച്ചു, ബിഷപ്സ് ഇത് പറഞ്ഞു എന്നൊരു ആത്മവിശ്വാസം കിട്ടിയേനെ. അത് കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉണ്ട് കേക്ക് അവരെല്ലാം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നടത്തിയ ഈ പറഞ്ഞ യോഗത്തിൽ ഉന്നയിക്കാൻ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു. അതിൽ പോയ ബിഷപ്പുമാരും ആരും മോശമല്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം. അതിൽ പോയ ബിഷപ്സ് കത്തോലിക്ക കർദിനാൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്, ബിഷപ്സ് പങ്കെടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട പരിണതപ്രജ്ഞരായ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്തവരിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ വേദനയും പ്രയാസവും ഇങ്ങനെയുണ്ട്, ഈ 750ഓളം ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യ നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് പറയേണ്ടതായിരുന്നു എന്ന് ഒരു മതേതരവാദിയായി ഞാൻ ഉന്നയിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ അവരെ മോശപ്പെടുത്താനല്ല, ലാഭം അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ആ പറഞ്ഞ കൂട്ടത്തിൽ എൻ്റെ വാക്കാണല്ലോ അവർക്ക് പ്രയാസം എന്ന് പറയുന്നത്. ആ പ്രയാസം വന്ന ഭാഗത്തെ പറ്റി ഞാൻ പറഞ്ഞുള്ളൂ. അതെ, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അവർക്ക് പ്രയാസകരമായ പദമാണ്. ഞാനത് പിൻവലിച്ചു. ആ പദത്തെ സംബന്ധിച്ചാണ് തർക്കം. അത് അവർക്കത് പ്രയാസം ഉണ്ടായി, ആയിക്കോട്ടെ, അതവർ പറഞ്ഞപ്പോൾ ഞാൻ പിൻവലിക്കുന്നു. അതുകൊണ്ട് എൻ്റെ നിലപാടിൽ ഞാൻ പിൻവലിക്കേണ്ട കാര്യമില്ല. ആ അഭിപ്രായം ഞാൻ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ എൻ്റെ അടുത്തല്ല ആരും നിർദ്ദേശിച്ചിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ നിലപാടുകൾ ഞാൻ പറയുന്നു. ഞാനൊരു നിലപാടിൽ നിന്ന് എൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഞാൻ മാറുന്നില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു. അതിനെ വേറൊരു സ്വഭാവത്തിലേക്ക് കാണേണ്ടതില്ല. എൻ്റെ നിലപാട് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം അവർക്ക് പ്രയാസപ്പെട്ട വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ആ ഭാഗം ഞാൻ മാറ്റും, അത്രേ ഉള്ളൂ. പ്രധാനമന്ത്രി നടത്തിയ പാർട്ടിയും അതുപോലെ BJP കേരളത്തിൽ നടത്തുന്ന സ്നേഹയാത്ര എന്ന് പറയുന്ന പരിപാടി ആരും ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു. അന്നും പിന്നെ KT ജലീലും ബിനോയ് വിശ്വം, നിങ്ങൾ 3 പേരുടെ പ്രസ്താവനയിലൂടെയാണ് ഇത് വലിയ. ആരാ പറഞ്ഞ് ശ്രദ്ധിച്ചില്ലെന്ന്? നിങ്ങൾ ആരാ പറഞ്ഞ് ശ്രദ്ധിച്ചില്ലെന്ന്? നിങ്ങൾ കേക്ക് ഒരു നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി അച്ഛൻ അടക്കം BJPയിലേക്ക് പോയ വാർത്ത നിങ്ങൾ വായിച്ചില്ലേ? ഇത് ശ്രദ്ധിച്ചില്ല? നിങ്ങളോട് ആരാ പറഞ്ഞ്? കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ടൊന്നും ഭയപ്പെടുകയില്ല. കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളൊന്നും അവരുടെ പോകത്തില്ല, അങ്ങനൊന്നും പോകത്തുമില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളെ ഒരു ഭാഗത്ത് ആക്രമിക്കുകയും മറുഭാഗത്ത് അവർക്ക് കൈക്ക് മേടിച്ച് കൊടുക്കുകയും ചെയ്യുന്ന സമീപനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതാണ് എൻ്റെ വസ്തുത. കേരളത്തിലെ വീടുകളെല്ലാം കൈക്കൊണ്ട് കൊടുക്കുകയല്ലേ. ഇത് പ്രധാനമന്ത്രി യോഗത്തിൽ സംഭവിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞതിന്റെ രീതി അതാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്താ? അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ധാർമ്മികത പ്രശ്നമാണ്. എന്നെ ആയുധമെടുത്ത് ആക്രമിച്ചതിന് ശേഷം എന്നെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വരുന്നതിന്റെ കാര്യം എന്താ? ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുത്തോണ്ട് ന്യൂനപക്ഷങ്ങളെ അണിനിരത്തുന്ന അത് രാഷ്ട്രീയമാണ്. അതേസമയത്ത് ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ച് വേറൊരു സ്വഭാവത്തിൽ അവരെ സ്വീകരിക്കുക, അത് പല രീതിയിലുണ്ടെന്നുള്ളതാണ്. അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ഇതിവിടെ അവസാനിച്ചു പോകട്ടെ, എല്ലാ ബാക്കി കാര്യം പിന്നെ നമുക്ക് പറയാമല്ലോ. ഏതൊക്കെ തരത്തിലാണ് ഈ സ്വാധീനം വരുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു നിലപാട് ഇടപെടിയിൽ വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അങ്ങനെ ഇടപെടിയിൽ വരുന്നു എന്നത് തുറന്നു പറയേണ്ടത് ഇന്നത്തെ അവസ്ഥയിൽ നാടിൽ ആവശ്യമാണ്. അതിനൊരു ആളായി ഞാൻ മാറിയത് മാത്രമേ ഉള്ളൂ. അതവർ പറഞ്ഞില്ലല്ലോ. അതവർ പറഞ്ഞത് അത് പറയേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ടല്ലേ പറയാനത്.
അത് അവർ എന്ത് പറയണമെന്ന് അവർ തീരുമാനിക്കണം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അവരത് പറയണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ പറഞ്ഞില്ലെങ്കിൽ അത് പറയണ്ട. ആ അവസരത്തിൽ അത് പറയാമായിരുന്നു, അവർ പറഞ്ഞില്ല. മുഖ്യമന്ത്രി പങ്കെടുത്ത പ്രഭാത യോഗങ്ങളിൽ ധാരാളം പുരോഹിതന്മാർ, സമുദായ നേതാക്കന്മാർ പങ്കെടുത്തു. അവരുടെ അഭിപ്രായങ്ങളെല്ലാം ഓപ്പണായി പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിന്റെ അഭിപ്രായങ്ങൾ 8 10 കാര്യം ഗവൺമെന്റിന് ഉള്ള പ്രതിഷേധം ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അല്ല, അതെല്ലാം പറഞ്ഞു. അല്ല, അവർ പറഞ്ഞു. അല്ല, അവർ അവരുടെ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചു. അല്ല, പദപ്രയോഗമല്ലല്ലോ ഞാൻ പറഞ്ഞത്. അത് പ്രധാനമന്ത്രിയോട് പോയി മോശം പറയണമെന്നല്ലോ പറഞ്ഞത്. അത് അവർ അവതരിപ്പിക്കാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇല്ലില്ല, അവർക്ക് വേദന ഉണ്ടായതായിട്ടാണല്ലോ അവരുടെ അത് സഹിച്ചിട്ട് എൻ്റെ തല പോകണം. അത് പിൻവലിക്കണേ. സജി ചെറിയാന്റെ പരാമർശം വലിയ വിവാദമായതിന് പിന്നാലെ ആ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ്, ആ പരാമർശം പിൻവലിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. മണിപ്പൂർ വിഷയം ഉന്നയിക്കണമായിരുന്നു എന്നുള്ള തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു, ആ രാഷ്ട്രീയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പ്രസംഗത്തിൽ വന്ന ചില കാര്യങ്ങളിൽ പുരോഹിതർ നേരിട്ടുമല്ലാതെയുമൊക്കെ പരാതിയും പരിഭവവും അറിയിച്ചു. വീഞ്ഞും കേക്കും ഭാഗം, ആ വിവാദമായ ഭാഗം, അത് പിൻവലിക്കുന്നു. പക്ഷേ മണിപ്പൂർ വിഷയം ഉന്നയിക്കണമായിരുന്നു എന്നുള്ള തന്റെ നിലപാടിൽ മാറ്റമില്ല എന്നും സജി ചെറിയാൻ വിശദീകരിക്കുകയാണ്. പ്രസംഗം വിവാദമായതിന് പിന്നാലെ ആ വിവാദമായ പരാമർശം അത് പിൻവലിക്കുകയാണ്, അത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. പക്ഷേ താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ തന്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. ആ വിരുന്നിൽ, പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ ക്രൈസ്തവ സഭാ നേതൃത്വം മണിപ്പൂർ വിഷയം ഉന്നയിക്കണമായിരുന്നു എന്നുള്ള നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുകയാണ്. രാജ്യത്ത് വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വേട്ട നടക്കുന്നു. അതിന്റെ കണക്കുകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സജി ചെറിയാൻ നിലപാട് വിശദീകരിക്കുന്നത്. ആ വിഷയം ഉന്നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു അവസരമായിരുന്നു, പ്രധാനപ്പെട്ട ഒരു വേദിയായിരുന്നു അത്. അതിൽ അത്തരത്തിലൊരു വിഷയം, മണിപ്പൂർ പോലുള്ള ഒരു വിഷയം ഉയർത്തിയില്ല എന്നുള്ളതിൻ്റെ അതൃപ്തിയാണ് താൻ പറഞ്ഞത്. തൻ്റെ ആ നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ആ പ്രസംഗത്തിൽ വന്ന ചില ഭാഗങ്ങൾ, അത് ആർക്കെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദിക്കുന്നു, ആ പരാമർശം പിൻവലിക്കുന്നു എന്നാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത്. താനൊരു തികഞ്ഞ മതേതരവാദിയാണ്. ഒരു രാഷ്ട്രീയ പ്രശ്നം, വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാണ് താൻ മുന്നോട്ട് വെച്ചത് എന്നും സജി ചെറിയാൻ വ്യക്തമാക്കുന്നുണ്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഈ പ്രസംഗത്തിലെ വിവാദ ഭാഗം, കേക്ക്, വീഞ്ഞ്, ആ ഭാഗം പിൻവലിക്കുന്നു. പക്ഷേ തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. മണിപ്പൂർ വിഷയം ഉന്നയിക്കണമായിരുന്നു എന്നുള്ള നിലപാട് തന്നെ ആവർത്തിച്ച് സജി ചെറിയാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. വാർത്താസമ്മേളനത്തിൽ സജി ചെറിയാൻ്റെ നിലപാട്, അതിനെ എങ്ങനെ കാണണം ശ്യാംകുമാർ? സ്വാഭാവികമായും സ്വന്തം രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും വൈദികർ ഉൾപ്പെടെയുള്ളവർ വിമർശനം ഉന്നയിച്ചതോടെ അവർക്ക് വിഷമമുണ്ടായെങ്കിൽ മാത്രം ആ 3 പദങ്ങൾ, വൈൻ, കേക്ക്, രോമാഞ്ചം, ആ 3 വാക്കുകൾ പിൻവലിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. ഏറ്റവും അവസാനം വീണ്ടും മന്ത്രിയോട് ചോദിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞ പ്രസംഗത്തിലെ ആദ്യ ഭാഗത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് വൈദികർ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ, ആ പരാമർശം പിൻവലിക്കുമെന്ന് ചോദിച്ചപ്പോൾ, അത് പിൻവലിക്കണമെങ്കിൽ തന്റെ തല പോകണമെന്ന് പറഞ്ഞിട്ടാണ് മന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഏതായാലും രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ സജി ചെറിയാൻ പറയുന്നു. താൻ പറഞ്ഞത് വസ്തുതകളുടെ കാര്യമാണ്. പ്രധാനമന്ത്രിയെ തൊട്ടടുത്ത് കിട്ടിയപ്പോൾ രാജ്യത്തിന് മൊത്തം ചോദിക്കാനുണ്ടായിരുന്ന കാര്യങ്ങൾ വൈദികർക്ക് ചോദിക്കാമായിരുന്നു. അതിന് അവസരം അത്തരമൊരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കുൾപ്പെടെ വലിയ ആത്മവിശ്വാസം കിട്ടുമായിരുന്നു. അതാണ് താൻ പറഞ്ഞത്. പക്ഷേ അതിലെ ചില വാക്കുകൾ മാത്രം അടർത്തിയെടുത്താണ് ഉപയോഗിക്കപ്പെട്ടത്. ക്ലിമിസ് ബാബ ഉൾപ്പെടെയുള്ളവരുടെ ഉപദേശങ്ങൾ പ്രകാരമാണ് താൻ ഈ വാക്കുകൾ പിൻവലിച്ചത്. അതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അത് പിൻവലിക്കുന്നുവെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അല്ലാതെ തന്റെ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് 1 ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ഇല്ല, അത് പറയേണ്ടത് തന്നെയാണ് എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് താൻ പറഞ്ഞത് എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കടുത്ത പ്രതിഷേധങ്ങൾ ഉയരുകയും മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ അത് ആയുധമാക്കുകയും ചെയ്തതോടെയാണ് പ്രതിരോധത്തിലൂന്നി മന്ത്രിക്ക് പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത്. അപ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ രാഷ്ട്രീയം ഉറച്ചു നിൽക്കുന്നു. ആ രാഷ്ട്രീയ നിലപാടുകളിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന നിലപാടാണ് സജി ചെറിയാൻ ആവർത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നത് ക്രിസ്തീയമായ വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെയുള്ള ജനസദസ്സുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ ഉൾപ്പെടെ പങ്കെടുക്കുമ്പോൾ പ്രതിഷേധം ഇല്ലാതാക്കാനും കൂടിയിട്ടാണ് വളരെ പെട്ടെന്ന് മന്ത്രിയുടെ ഒരു വാർത്താ സമ്മേളനം നടക്കുകയും അത്തരത്തിൽ ക്രിസ്തീയ വിശ്വാസങ്ങളെ അധിക്ഷേപിച്ചു, പുരോഹിതരെ അധിക്ഷേപിച്ചു എന്നതോടൊപ്പമുള്ള വിഷയങ്ങളിൽ ആ വാക്കുകൾ പിൻവലിക്കുന്നു എന്ന പ്രസ്താവന മന്ത്രി നടത്തുകയും ചെയ്തത്. അപ്പോഴും അതിലെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അതിലൊരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഇല്ല എന്നുള്ളതാണ് സജി ചെറിയാന്റെ നിലപാട്. പാർട്ടി പറഞ്ഞിട്ടല്ല, മറിച്ച് തനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ നിലപാടുകളിൽ
ഈ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നും സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, സഭാ നേതൃത്വം നിലപാട് ഘടിപ്പിച്ചതിന് പിന്നാലെ പാർട്ടി പരാമർശം തള്ളിയതിന് പിന്നാലെ വിശദീകരണവുമായി സജി ചെറിയാൻ രംഗത്തെത്തുകയായിരുന്നു. ആ പ്രസംഗത്തിലെ വിവാദ ഭാഗം കേക്ക് വീഞ്ഞ് രോമാഞ്ചം ആ വാക്കുകൾ ഉൾപ്പെട്ട ആ ഭാഗം താൻ പിൻവലിക്കുന്നു, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷേ താൻ ഉന്നയിച്ച രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. മണിപ്പൂർ വിഷയം ആ കൂടിക്കാഴ്ചയിൽ ഉയർത്തണമായിരുന്നു എന്നുള്ള രാഷ്ട്രീയ നിലപാടിൽ മാറ്റമില്ല. ആ രാഷ്ട്രീയ വിമർശനവും പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദനയുണ്ടാക്കിയെങ്കിൽ അതും പിൻവലിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അതിന് തൻ്റെ തല പോകണം എന്നുള്ളതായിരുന്നു സജി ചെറിയാന്റെ മറുപടി. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ 50 വർഷത്തെ UAE ജീവിതത്തിനും പ്രവർത്തനങ്ങൾക്കും ആദരമായി നിർധനരായ 50 കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ പ്രഖ്യാപിച്ച് പ്രവാസി സംരംഭകൻ ഡോക്ടർ ഷംഷീർ വയലിൽ. ജന്മനാ ഹൃദ്രോഗമുള്ള 50 കുട്ടികൾക്കാണ് സൗജന്യ ശസ്ത്രക്രിയ ചെയ്യുക. ഡോക്ടർ ഷംഷീറിന്റെ കുടുംബ ഓഫീസായ VPS ഹെൽത്ത് കെയർ നേതൃത്വം നൽകുന്ന പദ്ധതി അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെയും UAEയിലെയും ഒമാനിലെയും ആശുപത്രികളിലൂടെയാണ് നടപ്പാക്കുക. സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തിന് മാതൃകയായ യൂസഫ് അലിയിൽ നിന്നുള്ള പ്രചോദനമായാണ് പദ്ധതി പ്രഖ്യാപിച്ചതെന്ന് ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപക ചെയർമാൻ ഷംഷീർ വയലിൽ പറഞ്ഞു. പുതുവർഷത്തിൽ പുത്തൻ റൈഡുമായി കണ്ണൂർ പറശ്ശിനിക്കടവിലെ വിസ്മയ പാർക്ക്. 1500ഓളം സന്ദർശകരെ ഉൾക്കൊള്ളാവുന്ന ഡയഗൺ വാലി വാട്ടർ റൈഡാണ് പാർക്കിൽ ഒരുക്കിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുതിയ റൈഡ് ഉദ്ഘാടനം ചെയ്തു. മൾട്ടിപ്ലേ സിസ്റ്റം ഉൾക്കൊള്ളിച്ച ഡയഗൺ വാലി വാട്ടർ റൈഡാണ് വിസ്മയ പാർക്കിൽ പുതുതായി ഒരുക്കിയിരിക്കുന്നത്. 25,000 സ്ക്വയർ ഫീറ്റിൽ തയ്യാറാക്കിയത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ വാട്ടർ റൈഡ്. വിവിധ പ്രായത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയും വിധമാണ് ഡിസൈൻ. 15ഓളം വരുന്ന മൾട്ടിപ്ലേ സിസ്റ്റമാണ് ആകർഷണം. വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഒരു പുതിയ റൈഡ് സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഇന്ന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. 15ഓളം മൾട്ടിപ്ലേ സിസ്റ്റം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഏതാണ്ട് 1500ലധികം ആളുകൾക്ക് ഒരേ സമയം ഉല്ലസിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ഈ വാട്ടർ റൈഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2.5 കോടി രൂപ ചിലവഴിച്ചാണ് റൈഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വിസ്മയ പാർക്കിലെ വിവിധങ്ങളായ വിനോദ വിജ്ഞാന സാധ്യതകൾക്കൊപ്പമാണ് പുതിയ റൈഡ് സന്ദർശകർക്കായി തുറന്നത്. 24 കണ്ണൂർ. നോക്കാമിനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. പുതുവത്സര ദിനത്തിൽ ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 30ആയി. നിരവധി പേർക്ക് പരിക്കേറ്റു. കാണാതായവർക്കായി തെരച്ചിൽ തുടരുകയാണ്. സുനാമി മുന്നറിയിപ്പുകൾ പിൻവലിച്ചു. ശക്തമായ ഭൂകമ്പവും തുടർചലനങ്ങളും ഉണ്ടായ ഇഷിക്കാവ മേഖലയിൽ മാത്രമാണ് 30 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിഗറ്റ, ഫുകുയി, ടൊയാമ, ഗിഫു മേഖലകളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. വാജിമ സിറ്റിയിൽ 24 കെട്ടിടങ്ങളും നിരവധി വീടുകളും തകർന്നു. തകർന്ന കെട്ടിടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ ശ്രമം തുടരുകയാണ്. കവായി ഇഷിക്കാവയിലെ സുസു നഗരത്തിൽ 53 കെട്ടിടങ്ങളാണ് നിലം പൊത്തിയത്. തുറമുഖങ്ങളിൽ നിരവധി ബോട്ടുകൾ മുങ്ങി. ഇഷിക്കാവയിലെ നോട്ടാമുനമ്പിൽ ഇന്നലെ വൈകിട്ടാണ് 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് പിൻവലിച്ചത്. ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നും ആളപായമുണ്ടായെന്നും പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ പറഞ്ഞു. ആണവ നിലയങ്ങൾ സുരക്ഷിതമാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ച് പോലീസ്. പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നുവെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന സൂചന. പ്രതികളുടെ അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ പ്രധാന പരിശോധന. പ്രതികൾ അധിക ദൂരം പോയിട്ടുണ്ടാകില്ല എന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. പ്രതികളുടെ അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നൌഫലും മാതാവും ഒളിവിൽ കഴിയുന്ന സ്ഥലം ബന്ധുക്കൾക്കറിയാമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി.
പ്രതി നൌഫൽ ഉപയോഗിച്ച ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം വരുന്നതോടെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച കടക്കൽ പോലീസ് സ്റ്റേഷനിലെ CPO നവാസിനെതിരെ വകുപ്പുതല നടപടി ഉണ്ടായേക്കും. തിരുവല്ലം SHO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നടപടിക്ക് ശുപാർശ ചെയ്യും. സംസ്ഥാന പോലീസ് മേധാവിയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. നേരത്തെ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്ന വാർത്തയിൽ ഒരു അപ്ഡേഷൻ വരുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ 2 കെട്ടിടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഫോൾ സീലിംഗിൻ്റെ ഒരു ഭാഗം ഇളകി വീണ സംഭവം അത് നേരത്തെ നമ്മൾ വാർത്തയായി നൽകിയിരുന്നു. അതിലിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണ്. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക്. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ പുതിയ ഹോട്ടൽ ഗോകുലം പാർക്ക് ഗുരുവായൂരിൽ തുറന്നു. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഗോകുലം പാർക്ക് ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഈ റിപ്പോർട്ടിലേക്ക് വരാം. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. തൃശൂർ പൂരത്തിന് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ചെരുപ്പിന് വിലക്ക്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായി വേണം ആരാധനയെന്ന് കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ പൂരത്തിന് ആചാരവിരുദ്ധമായ സംഭവങ്ങളുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിക്ക് നാരായണൻകുട്ടി നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. തെക്കേ ഗോപുര നടയിൽ ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും തള്ളിയെന്ന മാധ്യമ വാർത്തയിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസും ഉത്തരവിന് കാരണമായി. ആചാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും വിധേയമായി വേണം വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആരാധനയെന്നും ചെരുപ്പ് ധരിച്ചുള്ള ആളുകളുടെ വരവ് അനുവദിക്കരുതെന്നും ഉത്തരവിലുണ്ട്. പൂരം ദിവസങ്ങളിൽ ബന്ധപ്പെട്ടവരെല്ലാം ഇത് അർഹിക്കുന്ന ഗൗരവത്തോടെ പാലിക്കണമെന്നും ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, G. ഗിരീഷ് എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. അതേസമയം തേക്കിൻകാട് മൈതാനം പ്ലാസ്റ്റിക് വിമുക്തമാണെന്ന് ഉറപ്പാക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും മൈതാനത്ത് പരിസ്ഥിതി സുരക്ഷാ നിലവാരം പാലിക്കുന്നോ എന്ന് വിലയിരുത്താൻ കോർപ്പറേഷൻ സെക്രട്ടറിക്കും കോടതി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ പാർട്ടികളുടെ ഹോർഡിങ്ങുകളോ പരസ്യ ബോർഡുകളോ കൊടികളോ മൈതാനത്ത് സ്ഥാപിക്കാൻ പാടില്ല. തേക്കിൻകാട് മൈതാനം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ സർക്കിൾ ഇൻസ്പെക്ടർ പതിവായ പട്രോളിംഗ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 തൃശൂർ. നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലേക്കാണ് ഇനി. ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ പുതിയ ഹോട്ടൽ ഗോകുലം പാർക്ക് ഗുരുവായൂരിൽ തുറന്നു. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ഗോകുലം പാർക്ക് ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. ശ്രീഗോകുലം ഗ്രൂപ്പിന്റെ ഗുരുവായൂരിലെ 4ാമത്തെ ഹോട്ടലാണ് ഗോകുലം പാർക്ക്. 1,20,000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് ഒരുക്കിയിട്ടുള്ള ഗോകുലം പാർക്ക് 4 സ്റ്റാർ കാറ്റഗറിയിലാണ് പ്രവർത്തിക്കുക. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഗോകുലം പാർക്ക് ഉദ്ഘാടനം ചെയ്തു. കാരവാൻ ടൂറിസം ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്ക് ഗോകുലം ഗ്രൂപ്പ് നൽകിയ പിന്തുണയെ മന്ത്രി പ്രശംസിച്ചു. കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ചോദ്യത്തിന് മുമ്പിൽ എത്ര പ്രയാസപ്പെട്ടാലും ഇന്ന് വരാം എന്നുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത്. ശ്രീ ഗോകുലം ഗോപാലൻ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലുള്ളവർ അവരുടേതായ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കേരളത്തിലെ ടൂറിസത്തെ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഗുരുവായൂരിലെത്തുന്ന ഭക്തർക്കടക്കം മെച്ചപ്പെട്ട താമസ സൗകര്യം ഒരുക്കുന്നതാണ് പുതിയ സംരംഭമെന്ന ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. ഇന്ന് ഒരു നല്ല ഒരു ഹോട്ടൽ ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറേ നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകണം. നല്ല വൃത്തി വേണം, നല്ല ഭക്ഷണം വേണം, ആർക്കും കംപ്ലൈൻ്റ് ആവില്ല, കുറച്ച് റേറ്റും കുറയണം. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ എല്ലാം ഒത്തു വന്നാലേ നല്ലത് ഹോട്ടൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. യുവാക്കളെ ആകർഷിക്കുന്ന വികസന പദ്ധതികൾ നാടിന് ആവശ്യമെന്ന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. നമുക്കിവിടെ സ്ഥാപനങ്ങൾ വേണം. വിദേശ നാടുകളിൽ നൽകുന്ന ശമ്പളങ്ങൾക്ക് തുല്യമായി ശമ്പളം കിട്ടുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകണം. അതുണ്ടാക്കണമെങ്കിൽ ഗോപാലേട്ടനെ പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കണം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അതിൽ ശ്രദ്ധ വയ്ക്കുകയും വേണം. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ VD സതീശൻ, TN പ്രതാപൻ MP, നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. 24 തൃശൂർ. ഈ റിപ്പോർട്ടോടെ ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം പൂർത്തിയാവുകയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.